ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്കൊരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ ഓൺലൈൻ മീഡിയത്തിൽ കൂടെ ആണെങ്കിലും നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ നമുക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വ്യാഴവും വെള്ളിയുമായി നമുക്ക് ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇവാഞ്ചലിസ്റ്റ് സുഭാഷ് തങ്കച്ചനും കൂടെ നമുക്ക് ദൈവത്തിന്റെ വലിയ വചനം കേൾക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. വിക്ടോറിയസ് ക്രിസ്ത്യൻ ലിവിംഗ് എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് 2 ദിവസത്തോളം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് തുടർന്നും നമുക്ക് ആ വിഷയത്തെ ആസ്പദമാക്കി തുടർ ചിന്തകൾ നമുക്ക് കേൾക്കുവാനും നമ്മുടെ ജീവിതം അതുമൂലം അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിയ ദേവദാസിനെ ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതോടൊപ്പം സഭയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഈ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രാരംഭമായി നമുക്ക് 2 പാട്ടുകൾ ഇന്ന് കേൾക്കാം. അതോടൊപ്പം നമുക്ക് ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാരംഭമായി സഹോദരൻ ജോർജ് വർഗീസ് ആൻഡ് ഫാമിലി, അതിനുശേഷം സഹോദരൻ ജിജി സാമുവൽ ആൻഡ് ഫാമിലി നമ്മളെ ഗാനങ്ങൾ പാടി സഹായിക്കുന്നതാണ്. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ പാടി പുറത്ത്. Praise the Lord. Thank you so much for giving us this blessed opportunity on this blessed evening. Today we would like to sing a Malayalam song, Itharthalam Jayathana Devathine Swati. Welcome. കേൾക്കാം. Krima
you. താങ്ക് യു സഹോദരൻ ജോർജ് വർഗീസ് ഫാമിലി. നമുക്ക് ജയം നൽകിയ നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് പാടുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. മറ്റൊരു ഗാനത്തിന് നമ്മളെ സഹായിക്കാനായി സഹോദരൻ ജിജി സാമുവൽ ആൻഡ് ഫാമിലി നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിലെ 540 പാട്ട് 540. എന്നും സന്തോഷിക്കുമെൻ കർത്താവിൽ ഞാൻ എന്റെ പാപഭാരം നീങ്ങിയതു മൂലം എന്റെ പാപഭാരം നീങ്ങിയതു മൂലം എന്നും സന്തോഷിക്കുമെൻ കർത്താവിൽ ഞാൻ എന്റെ പാപഭാരം നീങ്ങിയതു മൂലം എന്റെ പാപഭാരം നീങ്ങിയതു മൂലം നിത്യതയിൽ എന്നെ താരൻ കണ്ടു ക്രൂശിൽ യാഗമായി മൃത്യുവിന്റെ കൈകളിൽ നിന്നെന്നെ രക്ഷ ചെയ്തു ഞാൻ. നിത്യതയിൽ എന്നെ താരൻ കണ്ടു ക്രൂശിൽ യാഗമായി മൃത്യുവിന്റെ കൈകളിൽ നിന്നെന്നെ രക്ഷ ചെയ്തു ഞാൻ. രക്ഷിപ്പിൻ ഗീതങ്ങൾ ഉച്ചത്തിൽ പാടിടും രക്ഷിപ്പിൻ ഗീതങ്ങൾ ഉച്ചത്തിൽ പാടിടും പ്രതിദിനം തിരുവടി പണിഞ്ഞിടും ഞാനെന്നും സന്തോഷിക്കുമെൻ കർത്താവിൽ ഞാൻ എന്റെ പാപഭാരം നീങ്ങിയതു മൂലം എന്റെ പാപഭാരം നീങ്ങിയതു മൂലം എന്നും എന്റെ പ്രശംസയൻ രക്ഷകന്റെ ക്രൂശിലാ. ലോകം തരും പുകഴ്ചകൾ ഖേദമാണെന്നെന്നും ഞാൻ എന്നും എന്റെ പ്രശംസയൻ രക്ഷകന്റെ ക്രൂശിലാ. ലോകം തരും പുകഴ്ചകൾ ഖേദമാണെന്നെന്നും ഞാൻ. ക്രൂശിന്റെ പാതയിൽ നാഥന്റെ കൂടെ ഞാൻ ക്രൂശിന്റെ പാതയിൽ നാഥന്റെ കൂടെ ഞാൻ തിരുമൊഴി ശ്രവിച്ചെന്നും നടന്നിടുമേ എന്നും സന്തോഷിക്കുമെൻ കർത്താവിൽ ഞാൻ എന്റെ പാപഭാരം നീങ്ങിയതു മൂലം എന്റെ പാപഭാരം നീങ്ങിയതു മൂലം. സ്നേഹിതന്മാർ ദുഷിച്ചെന്നെ പകച്ചാലും ശാന്തന സ്നേഹനാഥനിഷ്ടുവിനെ മാറിടത്തിൽ ചാരും ഞാൻ. സ്നേഹിതന്മാർ ദുഷിച്ചെന്നെ പകച്ചാലും ശാന്തന സ്നേഹനാഥനിഷ്ടുവിന്റെ മാറിടത്തിൽ ചാരും ഞാൻ. ദുഃഖങ്ങൾ മാറിടും കണ്ണീരും തോന്നിടും ദുഃഖങ്ങൾ മാറിടും കണ്ണീരും തോന്നിടും മനസുഖമോടു ദിനം വസിച്ചിടും ഞാനെന്നും സന്തോഷിക്കുമെൻ കർത്താവിൽ ഞാൻ എന്റെ പാപഭാരം നീങ്ങിയതു മൂലം എന്റെ പാപഭാരം നീങ്ങിയതു മൂലം. മണ്ണിലെന്റെ വാസരങ്ങൾ തീരും വരെ നാഥന്റെ പാദ സേവ ചെയ്തു മോദമോടെ വാഴും ഞാൻ. മണ്ണിലെന്റെ വാസരങ്ങൾ തീരും വരെ നാഥന്റെ പൊന്നുപാദ സേവ ചെയ്തു മോദമോടെ വാഴും ഞാൻ. പിന്നെ യേശുവിൻ സന്നിധി തന്നിൽ ഞാൻ പിന്നെ യേശുവിൻ സന്നിധി തന്നിൽ ഞാൻ ചെന്നു സ്തുതി ചെയ്തു നിത്യം വണങ്ങിടുമേ എന്നും സന്തോഷിക്കുന്നു. കർത്താവിൽ ഞാൻ എന്റെ പാപഭാരം നീങ്ങിയതു മൂലം
എന്റെ പാപഭാരം നീങ്ങിയതു മൂലം. താങ്ക് യു സഹോദരൻ ജിജി സാമുവൽ ആൻഡ് ഫാമിലി. നമ്മൾ പാടിയതുപോലെ നാഥന്റെ കൂടെ തിരുമൊഴി ശ്രവിച്ച് എന്നും നടന്നിടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. തിരുമൊഴി ശ്രവിക്കുവാൻ തന്നെ നമുക്ക് ഒരവസരം കൂടെ ദൈവം നമുക്ക് ഉണ്ടാക്കി തന്നു. തുടർന്ന് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിന്റെ അനുഗ്രഹത്തിനായി സഹോദരൻ യേശുദാസ് നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കണം. സഹോദരൻ യേശുദാസ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, തിരുനാമത്തിന് അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ പിതാവേ, ഇന്ന് അടുത്തപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങേ മഹത്വപ്പെടുത്താൻ സഹായിക്കും. അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ സ്വന്തമായ യേശുക്രിസ്തുവിന്റെ തിരുനാമത്തെ അന്നേരം സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾ രക്ഷിക്കുകയും അവിടുത്തെ മക്കളാക്കി തീർക്കുകയും ചെയ്തു. ഏത് സമയത്തും പ്രവർത്തനത്തിലേക്ക് കടന്നു വരാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുവാദത്തിനും സാവാസനത്തിലും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശേഷാൽ ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ സന്നിധിയിലായിരുന്നുകൊണ്ട് അങ്ങേ പാടി സ്തുതിപ്പാൻ ഇടയാക്കി പാടാനായിട്ട് അവിടുത്തെ മക്കളെയോടും സഹായിക്കാൻ അങ്ങനെ സ്തുതിക്കുന്നു. പ്രിയ പിതാവെ, അവിടുത്തെ ഞങ്ങളായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസവും അവിടുത്തെ ഞങ്ങൾ സഹായിച്ചു. ഇന്നും അവിടുത്തെ വചനം ഞങ്ങളോട് സംസാരിക്കാൻ ആവശ്യമാകുന്ന എല്ലാ കൃപയും ശക്തിയും ഹൃദയം നൽകി സഹായിക്കുന്നു പ്രാർത്ഥന. അതുപോലെ തന്നെ അവിടുത്തെ ദാസം ചെയ്യുന്ന മിനിസ്ട്രികൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന 2 ദിവസം എല്ലാ മിനിസ്ട്രി മുഖാന്തരവും അവിടുത്തെ നാം മഹത്വപ്പെടുന്ന ഞങ്ങളുടെ ആക്കണം പ്രാർത്ഥന. കുടുംബമായി അവിടുത്തെ ആത്മാരുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർ ചെയ്യുന്ന വേല അനുഗ്രഹിക്കണം. അവർ ആയിരിക്കുന്ന ദേശത്ത് അവർ മുഖാന്തരം അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഞങ്ങളുടെ ആക്കണം പ്രാർത്ഥന. അതുപോലെ തന്നെ വചനം കേൾക്കുന്ന ഞങ്ങളെയും ഈ മാധ്യമത്തിലൂടെ വിവിധ മാധ്യമങ്ങളുടെ അനുസരിക്കുന്ന എല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതിനുമേ അവിടുത്തെ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും ഞങ്ങളുടെ ജീവിതത്തിലെ അവിടുത്തോടുള്ള ബന്ധങ്ങളൊക്കെയും ഒന്നുകൂടെ മനസ്സിലാക്കി മുമ്പോട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ ആത്മ പ്രാർത്ഥന. 1 ദിവസങ്ങളിൽ ഈ വചനം കേൾക്കുന്നത് ഞങ്ങളുടെ ആത്മാനുഗ്രഹത്തിനും ആത്മീയമായ വളർച്ചയ്ക്കും ഒന്ന് കാരണമാക്കുന്ന പ്രാർത്ഥിക്കും. തന്നിരിക്കുന്ന എല്ലാ കൃപയ്ക്കും വന്നിരക്കെ സ്തുതിക്കുന്നു, മോശപ്പെടുന്നു. അടങ്ങിയുള്ള പ്രാർത്ഥനയുടെ സ്വതന്ത്രം യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന പിതാവേ. ദൈവനാഥന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് ഈ ബൈബിൾ ക്ലാസ്സിന്റെ പ്രാരംഭ 2 ഭാഗങ്ങൾ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. വളരെ അനുഗ്രഹപ്രദമായ ചിന്തകൾ പ്രിയ ദേവദാസനോട് നമ്മൾ കേൾക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഒരു പക്ഷേ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം പ്രിയ ദേവദാസൻ 8 വർഷത്തോളമായി തിരുവനന്തപുരത്തുള്ള ഓണമോട് ബുദ്ധിനസ്സംഘമായി ചേർക്കത്താന്റെ വേലയിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അനേകം പ്രവർത്തനങ്ങളും ശുശ്രൂഷകളുമായി പ്രിയ ദാസൻ മുന്നോട്ട് പോകുന്നു. പ്രിയ ദേവദാസനൊക്കെ കൂടെ ഈ ഇന്നത്തെ ക്ലാസ്സിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളുമായി നമ്മൾ ചിന്തിച്ചത് 1 വരുന്ന 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ആദ്യം താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ എന്നുള്ള വാക്യം. ആദ്യത്തെ 2 ദിവസങ്ങളിലും വളരെ ഹൃദയത്തെ കഠിനമാക്കാതെ നമ്മൾ ജീവിക്കണമെന്നും ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം, മറ്റുള്ളവരെ വിധിക്കാതെ, അതുപോലെ നമ്മുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് ശീലിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്നും പ്രിയ ദേവദാസൻ കൂടെ നമുക്ക് കർത്താവിന്റെ വിലയേറിയ വചനം നമുക്ക് കേൾക്കാം. കർത്താവിന്റെ വിലയേറിയ ദാസൻ സുഭാഷ് തങ്കച്ചന് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനായി ക്ഷണിച്ചു. ദൈവത്തിന് ഒരു നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരാഴ്ചകൾക്ക് ശേഷം വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കടന്നു വരുവാനും വചനം കേൾക്കുന്നതിനും ദൈവം ഒരു അവസരം കൂടി ഒരുക്കി. അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവിക്കുന്ന ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. പലപ്പോഴും കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല എന്നതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം. കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിക്കുന്ന ദൈവം ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ജീവന്റെ വചനത്തിൽ നിന്നാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആ ദിവസമുള്ള വായിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം ഇതാണ്. എബ്രായർ ലേഖനം 3:15. അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, എങ്കിൽ ഇഫ് അല്ലെ, കണ്ടീഷണലാണ്. കേൾക്കുന്നുവെങ്കിൽ ഹൃദയത്തെ കഠിനമാക്കാതെ എന്നോടാണ് സംസാരിക്കുന്നത്, മാറ്റങ്ങൾ എനിക്കാണ് ആവശ്യം എന്ന രീതിയിൽ വചനം കേൾക്കുകയും ഹൃദയം തുറന്ന് ദൈവത്തിൽ ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം നമ്മളെ ഹൃദയങ്ങളെ തൊടുകയും, ഓർപ്പിച്ചതുപോലെ പുസ്തകങ്ങളിലോ നോട്ട്ബുക്കിലോ ഐപാഡിലോ ടാബ്ലറ്റ്സിലോ എഴുതുന്നതിനപ്പുറമായിട്ട്, സ്ക്രീൻഷോട്ട്സ് എടുക്കുന്നതിനപ്പുറമായിട്ട് ഹൃദയങ്ങളിൽ കർത്താവിനെ എഴുതുവാൻ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ യു ബിക്കം ദ ബീങ് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളായി തീരുവാൻ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാനും അനേകർക്ക് അനുഗ്രഹത്തിന്റെ കാരണമായി ആയി തീരുവാനും ദൈവം നമ്മളെ സഹായിക്കും. എബ്രാഹിമിനെ വിളിച്ചപ്പോൾ കർത്താവ് അങ്ങനെയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹ പാത്രമാണ്. ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. കർത്താവ് നമ്മൾ ഇന്നൊരു അനുഗ്രഹ പാത്രമാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
പലപ്പോഴും അത് ആവുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അതാകുവാനുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അല്ലെങ്കിൽ we can continue to be like this wherever we are. നമ്മൾ എവിടെ ആയിരിക്കുന്നു ആ രീതിയിൽ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയും. നമ്മൾ വായിച്ചു കേട്ട വാക്യം, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നു, എനിക്ക് തന്നെ തോന്നുകയാണ് ഞാൻ വീഴത്തില്ല, സൂക്ഷിച്ചു. വീഴാനുള്ള എല്ലാ സാഹചര്യമുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവ് നമ്മളെ നിർത്തിയെങ്കിൽ മാത്രമേ, കർത്താവിന്റെ ശക്തിയിൽ മാത്രമേ വീഴാനുള്ള ചാൻസുകൾ, സാഹചര്യങ്ങളും മനഃപൂർവ്വം മാറ്റി സ്വയമായിട്ട് ഡിസിപ്ലിൻ ചെയ്ത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് വീഴാതിരിക്കാൻ കഴിയൂ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിന്മാറ്റം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിക്ടോറിയസ് ക്രിസ്ത്യൻ ലിവിങ് എന്ന ഹെഡിങ്ങിൽ പിന്മാറ്റം അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല നമ്മൾ മനസ്സിലാക്കി. ഹൃദയത്തിലാണ് നമ്മൾ ആദ്യമേ ബാക്ക് സ്ലൈഡ് ഇൻ യുവർ ഹാർട്ട് ഫസ്റ്റ്. ഹൃദയത്തില്, മനസ്സില് പിന്മാറ്റത്തിൽ പോവുകയും പിന്നെ അത് പ്രവൃത്തിയിൽ വരും. ഇറ്റ് കംസ് ഔട്ട് ലേറ്റർ. പുറത്ത് വരുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്, ഓ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ കുടുംബം, ഈ സഭ പിന്മാറ്റത്തിലായിരുന്നു. ബട്ട് ഇറ്റ് ഹാപ്പൻസ് മച്ച് ബിഫോർ. പലപ്പോഴും അതിന് മുമ്പാണ് വരുന്നത്. അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന രീതിയിൽ 4 കാര്യങ്ങൾ നിർവചനം കണ്ടു. ദൈവത്തിൽ നിന്ന് മാറുക, ടേണിങ് എവേ ഫ്രം ഗോഡ് ആൻഡ് ലുക്കിംഗ് ഇൻ ടു സംതിങ്. വേറെ എന്തിലേക്കോ നമ്മുടെ ശ്രദ്ധ പോവുക, അതിനകത്ത് സന്തോഷങ്ങൾ കിട്ടുക. ഗ്രോയിങ് കോൾ, ഹൃദയത്തിൽ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം, ആ ഒരു തീഷ്ണത കുറഞ്ഞു പോകുക. 3ാമത് തിരിഞ്ഞു നോക്കുക, വിട്ടുപോയ കാര്യങ്ങളോടൊരു ആഗ്രഹം, ഒരു ആർത്തി, തിരിഞ്ഞു നോക്കുക, അവിടെ പോകാൻ, അത് സുഖിക്കുവാൻ, അത് എൻജോയ് ചെയ്യുവാൻ, അത് ഉപയോഗിക്കുവാൻ, അവിടെ ആയിരിക്കുവാൻ ഉള്ളൊരാഗ്രഹം. 4ാമത് തീരുമാനങ്ങളിൽ നിന്ന് പുറമോട്ട് പോവുക. കലപ്പെ കൈവച്ചതിന് ശേഷം തിരിഞ്ഞ് പുറമോട്ട് പോവുകയാണ്. പല കാര്യങ്ങളും പറഞ്ഞ് ഞാനിത് ചെയ്യാൻ പോവുകയാണ്, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, അല്ലെങ്കിൽ കർത്താവിന് വേലോട് ബന്ധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പുറമോട്ട് പോകും സംഭവിച്ചു. പിന്നെ നമ്മൾ മുന്നോട്ട് പോയി കണ്ടത് ഒരു പിന്മാറ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു പിക്ചർ വരയ്ക്കുവാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ ഹു ഇസ് ബാക്ക് സ്ലൈഡിങ്. പിന്മാറ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ചിത്രം വരയ്ക്കുവാണെങ്കിൽ 7 സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, കർത്താവിന്റെ വചനത്തോടും പ്രാർത്ഥനയോടും ഒരു ടേസ്റ്റ് ഇല്ലാതെ പോകും. യൂസിങ് ദ സ്പിരിച്വൽ ആപ്പറ്റൈറ്റ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വളരെ ടേസ്റ്റ് ആണ്, ടി വി കാണുന്നതിനോ ആ കാര്യങ്ങൾ സംസാരിക്കുന്നു, പക്ഷെ കർത്താവിന്റെ വചനത്തിലുള്ള രുചി പോയി, അല്ലേ? അതുപോലെ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കാനുള്ള ആഗ്രഹങ്ങൾ കുറയുന്നു, സമയം കിട്ടുന്നു. 2ാമത്, കർത്താവിന്റെ ദാസന്മാരുമായി, കർത്താവിന്റെ സഭയുമായിട്ട്, അല്ലേ, ഉള്ള കൂട്ടായ്മ ബന്ധത്തിൽ സന്തോഷം വരുന്നില്ല. അതുകൊണ്ട് സമയങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്ന, ബാക്കിയുള്ളിടത്തൊക്കെ സമയം ചെലവഴിക്കുവാൻ, ആ കാര്യങ്ങൾ ചെയ്യാൻ വളരെ നിഷ്ഠയോട് ചെയ്യുന്ന, വളരെ ഡിസിപ്ലിനോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തി. 3ാമത്, ആത്മീയമായിട്ട് വളരുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ശാരീരിക, ഭൗമികമായി, ഇന്റലക്ച്വലി, വേൾഡ്ലി വളരുവാൻ, മക്കള്, എൻ്റെ കുടുംബം, ആ രീതിയിലെല്ലാം ആവണമെന്ന് ആഗ്രഹം, അല്ലെ? സഭയിലെ ബിൽഡിങ്ങുകൾ നല്ലതായിരിക്കണം, AC വേണം, കസേരകൾ നല്ലതായിരിക്കണം, എല്ലാം ഫിസിക്കലി എല്ലാം വേണം. പക്ഷെ ആത്മീയമായിട്ട് സഭ വളരുന്നുണ്ടോ? ആത്മീയമായിട്ട് എൻ്റെ കുടുംബം വളരുന്നുണ്ടോ? ആത്മീയമായിട്ട് ഇന്നലത്തെക്കാൾ ഇന്ന് ഞാൻ കർത്താവിനോട് കൂടുതൽ അടുത്താണ് ജീവിക്കുന്നത്, കർത്താവിൽ വളർന്നിട്ടുണ്ട്, അതൊന്നും ചോദ്യമല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ചോദ്യം, അതിന് വല്ല പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഉണ്ട ഒരു വ്യക്തിയായിരിക്കും. 4ാമത്, ഇദ്ദേഹം വിചാരിക്കുന്നത്, ദിസ് പേഴ്സൺ ഫീൽസ് ഹി ക്യാൻ ഗെറ്റ് അലോങ് വെൽ വിത്തൗട്ട് ഗോഡ്. ദൈവമില്ലാതെ എനിക്ക് കാര്യങ്ങൾ ചെയ്തു പോകാമെന്നുള്ള ചിന്ത. ദൈവമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. വി കാൻ ഡു എനിത്തിങ് വിത്തൗട്ട് ഗോഡ്. ദൈവമാണ് നമുക്ക് എല്ലാം ചെയ്യാൻ അനുവദിക്കുന്നത്, തരുന്നത്. ഡ്യൂട്ടറോണമി, ആവർത്തന ദിവസം നമ്മൾ വായിച്ചു, സമ്പത്തുണ്ടാക്കാനുള്ളത് കഴിവ് കർത്താവ്. എല്ലാ കഴിവുകളും കർത്താവാണ് തരുന്നത്. കർത്താവിലത് നമുക്കൊന്നും കഴിയുകയില്ല. അത് അംഗീകരിക്കാതെ സ്വയമായിട്ട് ജീവിച്ച് ജയിച്ച്, അല്ലെ, പലപ്പോഴും കർത്താവിന് വേല പോലും സ്വയമായിട്ട് ചെയ്യാമെന്നുള്ള അഹങ്കാരത്തിൽ കഴിയുന്ന പല അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ചവിട്ടി മെതിച്ച് മാറ്റിയിട്ട് ഞാൻ തന്നെ ഒന്നാമനാകുവാനുള്ള ആഗ്രഹം, ആ രീതിയിൽ വേല വളർത്തുവാനും എൻ്റെ പേര് വരുവാനും ഞാനാണെന്നുള്ളൊരു ചിന്ത, അത് പിന്മാറ്റത്തിൽ പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവമാണ്. 5ാമത്, ആ വ്യക്തി ഈസ് നോട്ട് എ ജോയ്ഫുൾ പേഴ്സൺ. ആനന്ദം, അല്ലെ, സന്തോഷം, ആനന്ദം, ജോയ് ആൻഡ് ഹാപ്പിനെസ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കി. ഹാപ്പിനെസ് യു ഗെറ്റ് ഇറ്റ് ഫ്രം തിങ്സ്. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിന്ന് നമുക്ക് സന്തോഷം, ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ ജോയ് ഫ്രം ഇൻസൈഡ്. ഏത് സാഹചര്യത്തിലും സന്തോഷിപ്പാൻ, അല്ല, ഏത് സാഹചര്യത്തിലും കർത്താവിൽ ആനന്ദിക്കുവാൻ ഉള്ള ഒരു കഴിവ് ഒരു യഥാർത്ഥമായിട്ട് കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ, ആ വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ പ്രസൻസ് മനസ്സിലാവുകയുള്ളൂ. എന്റെ ദുഃഖത്തിലായാലും കഷ്ടത്തിലായാലും പ്രയാസത്തിലായാലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നും, കൂരിഴ് താഴ്വിൽ കൂടെ നടന്നാലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, കർത്താവിന്റെ പ്രസൻസ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, കർത്താവിന്റെ കൂടെ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാവൂ.
അല്ലാത്തൊരു വ്യക്തി സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് പുറപുറുക്കുകയും ദേഷ്യപ്പെടുകയും ബാക്കിയുള്ളവരെ വഴക്ക് പറയുകയും അങ്ങനെയുള്ള ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ അനേകരുണ്ട്. കർത്താവിന്റെ മക്കൾ എന്ന് പറയും, പക്ഷെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. ചെറിയ സ്മോൾ തിങ്സ് അല്ലെ ഈ കുറുക്കന്മാരെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. ടേക്ക് അവേ യുവർ ഹാപ്പിനെസ്. ഒരാൾ പറയുന്ന ഒരു കാര്യം കേട്ടിട്ടില്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു, ചെയ്യത്തില്ലാത്ത കാര്യം ഒരാൾ ചെയ്തു, അങ്ങനെ പല കാര്യങ്ങളിൽ യു ലൂസ് യുവർ പീസ് ആൻഡ് ഹാപ്പിനെസ്. യഥാർത്ഥത്തിൽ കർത്താവിന്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു സന്തോഷമാണ്. ഹി വിൽ ബി എ ജോയ്ഫുൾ പേഴ്സൺ. നമ്മൾ മനസ്സിലാക്കി. ആറാമത്, ഹി ഓൾവേസ് പോയിന്റ്സ് ഔട്ട് വാട്ട് ഈസ് റോങ്. ബാക്കിയുള്ളവരെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുക, സ്വന്തം കുറ്റങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ കൈ ചൂണ്ടുകയും അവരുടെ പ്രശ്നങ്ങൾ വലുതാക്കി കാണിക്കുകയും അവരുടെ ചെറിയ തെറ്റുകൾ പോലും വലുതാക്കി കാണിക്കുക, എന്റെ വലിയ തെറ്റുകളെ അങ്ങനെ മൂടി വെക്കുവാനുള്ളത്. പാപത്തെ കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്ന ഒരു സ്വഭാവം, എന്റെ പാപങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആ ഒരു കഠിന ഹൃദയത്തെ കഠിനമാക്കി. അതാണ് കർത്താവിന്റെ വചനം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കാണിച്ചു തരുന്ന വചനമാണ്. അതൊരു സ്പിരിച്വൽ മിറർ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്റെ ഹൃദയത്തിലെ സുഭാഷ് എന്ന വ്യക്തിയുടെ അകത്തുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ. ഒരുപക്ഷെ എനിക്ക് വളരെ ആത്മീയമായിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുവാനും പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കുവാനും കാര്യങ്ങളൊക്കെ, പക്ഷെ എന്റെ അകത്തുള്ള കാര്യങ്ങൾ കർത്താവിന് മാത്രമേ അറിയൂ, എനിക്കും അറിയാം. അത് കർത്താവ് തന്റെ ആ വചനമാകുന്ന കണ്ണാടി കുറിച്ച് എന്നെ കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ കാണിച്ചു. ഏഴാമത്തെ നമ്മൾ മനസ്സിൽ എപ്പോഴും എക്സ്ക്യൂസ്, ഒഴിവൊഴുകൾ അല്ലെ, എല്ലാ കാര്യങ്ങളും ചെയ്യാതിരിക്കാനുള്ള അനേക നല്ല ഒഴിവൊഴുകൾ. വൺ എക്സ്ക്യൂസ് ഈസ് നോട്ട് ഈക്വൽ ടു ഹാവിംഗ് ഡൺ സംതിങ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മീറ്റിങ്ങിന് ലേറ്റ് ആയെന്ന് വെച്ചു, ലേറ്റായി വന്നതിന് ശേഷം ട്രാഫിക് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു എക്സ്ക്യൂസ് തന്നത് കൊണ്ട് നമ്മൾ മീറ്റിങ്ങിന് കറക്റ്റ് ടൈമിൽ വന്നു എന്നാവുന്നില്ല. എക്സ്ക്യൂസ് ആൻഡ് എക്സ്ക്യൂസ് ഒരു ഒഴിവൊഴിവ് മാത്രമാണ്. പലപ്പോഴും പല പേര് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്ക്യൂസ് ചിന്തിച്ച് ക്രിയേറ്റീവായിട്ട് ഒന്നും പറഞ്ഞാൽ ഓക്കെ ആണ്. ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇഫ് യു ആർ നോട്ട് ഡൺ, യു ആർ നോട്ട് ഡൺ അല്ലേ. ഈ ഒരു വ്യക്തി എപ്പോഴും ഒഴിവൊഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച്. വചനം പഠിക്കുന്നതിനും ഒന്നും സമയമില്ല, അല്ലെങ്കിൽ ബിസിയാണ്, ജോലി തിരക്കാണ്. ജോലിയിൽ തിരക്കുകൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നത് അല്ലേ. ജോലി തിരക്കാണ്, മീറ്റിങ്ങിന് വരാൻ പറ്റുന്നില്ല. യു ഹാവ് ടു മേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയോറിറ്റി കണ്ടെത്താം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. മുന്നോട്ട് പോവാം. നമ്മൾ ലോത്തിനെ കുറിച്ച് അല്പമായി ചിന്തിച്ചു തുടങ്ങിയ ലോത്തിനെ കുറിച്ച് നമ്മൾ ആദ്യമേ കണ്ടത് ഉൽപ്പത്തി പുസ്തകം 19:30 ലോത്തും പുത്രിമാരും ഒരു ഗുഹയിൽ വന്ന് പാർത്തു. അവിടെ 4 ചോദ്യങ്ങളാണ്. അതിനുശേഷം നടന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഒന്ന്, ഇവരുടെ ഭാര്യ അല്ലെങ്കിൽ ലോത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ ഇവരുടെ അമ്മയോട്, ലോത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ അമ്മയോട് ഉണ്ടായിരുന്നുവെങ്കിൽ ആ താഴെ നടന്ന സംഭവങ്ങൾ നടക്കുകയില്ല. രണ്ടാമത്, അവര് പേടിച്ചു വന്നിരിക്കുകയാണ്, അവിടെ ജീവനം കൊണ്ട് ഓടി വന്നിരിക്കുകയാണ്. അമ്മ നഷ്ടപ്പെട്ടു പോയി അല്ലെ. സോദോം ഗൊമോറ നശിച്ചു. അവര് വന്ന് അവിടെ മുട്ടുമേൽ നിന്ന് കർത്താവിന്റെ നിന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിന് നന്ദി കരയേറ്റേണ്ട സമയമാണ്. പക്ഷെ അത് അവരുടെ സ്വഭാവത്തിലല്ല, അത് അവരുടെ ജീവിതത്തിലില്ല. അങ്ങനെ ഒരു ആക്ടിവിറ്റി അവർക്കില്ല. അതുകൊണ്ടാണ് ആ ബാക്കി നടന്ന കാര്യങ്ങൾ അവിടെ നടന്നു. മൂന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചത്, ലോത്തിന് എന്താണ് പറ്റി? ഹൗ കൻ ഹി ഡു ദിസ്? ഹൗ ഡിഡ് ഹി ഡു ദിസ്? ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം സ്വയം മറന്നുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് അല്ലേ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ലോത്ത്. പലപ്പോഴും നമ്മളും അങ്ങനെയാണ്. അതിനെക്കുറിച്ച് പിന്നാലെ സംസാരിക്കും. നാലാമത്, ഈ പെൺമക്കൾ ഈ കാര്യങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഈ മ്ലേച്ഛത എവിടെ നിന്നാണ് പഠിച്ചത്? സോദോം ഗൊമോറയിൽ നിന്നാണ് പഠിച്ചത്. അവിടുത്തുള്ള സ്വഭാവം അവിടെ നിന്നാണ് അത് വായിക്കുകയും കേൾക്കുകയും. അതുപോലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ മക്കളുമാരെല്ലാം ജീവിക്കുന്നത്. അതിനെക്കുറിച്ച് അല്പമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുന്നുണ്ട്. മാതാപിതാക്കളും സഭയിലുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു രീതിയിലും മനസ്സിലാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുള്ളവരായിരിക്കുന്നത്. അവർ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങള്, അതിനെക്കുറിച്ച് അല്പമെങ്കിലും നമുക്ക് അറിവ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ആ രീതിയിൽ ദൈവികമായ പ്രവർത്തികള്, ദൈവമായ കാര്യങ്ങൾ ഉണ്ടാവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ആരെയും വിധിക്കാൻ യോഗ്യനല്ല. നമ്മുടെ എല്ലാ വീടുകളിലും സംഭാഷണങ്ങളുണ്ട്. വി ഓൾ ടോക്ക് ഇൻ അവർ ഹോംസ്. നമ്മൾ സംസാരിക്കുന്നതിന്റെ എത്ര ശതമാനം കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമ്മളും നമ്മുടെ മക്കളും കുടുംബവും എന്ന് സംസാരിക്കുന്നത്? നിങ്ങൾ എന്നോട് ഉത്തരം പറയണ്ട, നിങ്ങൾ തന്നെ ചോദിച്ചു. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കാൻ നമുക്ക് സമയമുണ്ട്.
ടെക്നോളജിയെ കുറിച്ച്, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന സമയമാണ്. പക്ഷെ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത്, ദൈവം ചെയ്ത അത്ഭുതങ്ങള്, ദൈവം നടത്തുന്ന വഴികള്, ദൈവത്തിലുള്ള വിശ്വാസം, ഈ കാര്യങ്ങൾ നമ്മൾ എത്ര ശതമാനം നമ്മൾ സംസാരിക്കാറുണ്ട്? ദൈവം നമ്മളെ സഹായിക്കട്ടെ. മുന്നോട്ട് പോകും. നമ്മൾ ലോകത്തിനെ കാണുന്നത് 13:10 അതിനു മുമ്പ് എബ്രഹമായിട്ട് തിരിക്കുന്നുണ്ട് 12-ാമത്തെ അധ്യായത്തില്. ലോകത്തിന്റെ ഈ 19-ാമത്തെ അധ്യായത്തില് 30-ാമത്തെ വാക്യത്തില് ഒരു ദിവസം പെട്ടെന്ന് അവിടെ ആ ഗുഹയിൽ വന്നതല്ല. ലോകത്തിനൊരു യാത്ര ഉണ്ടായിരുന്നു. ആ യാത്രയുടെ അവസാനമാണ് അവിടെ എത്തിയത്. ആ യാത്രയുടെ തുടക്കത്തില് ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 13-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില് അവിടെ ഒരു തീരുമാനം എടുക്കേണ്ട സമയം വന്നപ്പോഴ് എബ്രഹാം വന്ന് ലോകത്തിനോട് പറയാണ്, നീ തീരുമാനമെടുത്തു, വാട്ട് എവർ യു വാണ്ട് ടു ടേക്ക് യു ടേക്ക്. അല്ലെ, എബ്രഹാമിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എബ്രഹാമിനെ അവിടെ വിടുകയാണ്. ഇപ്പൊ ലോത്ത് നോക്കി നല്ലത് കണ്ട് തെരഞ്ഞെടുത്തു. അവിടെ നിന്നാണ് ലോത്തിന്റെ പടിപടിയായിട്ടുള്ള വീഴ്ചയ്ക്ക് തുടക്കമുണ്ടായത്. നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? നോക്കിക്കൊണ്ടാണ്. നോക്കുമ്പോ എന്താണ്? കാണുന്നത് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് പ്രയോജനപരമായ കാര്യങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ആ തീരുമാനങ്ങൾ പടിപടിയായി നമ്മളെ താഴോട്ട് കൊണ്ടുപോവുകയാണ്. മോഹിച്ചു, കവച്ചസ്നസ്, കണ്ടു മോഹിച്ചു. എന്തുവാണ് കണ്ടത്? നീരോട്ടമുള്ള സ്ഥലം, എനിക്കവിടെ ബിസിനസ്, എനിക്കവിടെ പൈസ ഉണ്ടാക്കാം, എനിക്ക് കാര്യങ്ങൾ നേടാം. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് അവിടെ പോയി വളരെ കാര്യങ്ങൾ നേടി, പക്ഷെ അതിൽ എന്തെങ്കിലും ലോകത്തിന് ഉപയോഗിക്കാൻ പറ്റും? അവിടെ ഉണ്ടാക്കിയ സമ്പാദ്യത്തെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും? എത്ര വർഷം ലോകത്ത് അവിടെ ജീവിക്കാൻ കഴിഞ്ഞു? തിരിച്ചു വന്നപ്പോഴ് ഭാര്യ പോയി, സമ്പത്തെല്ലാം പോയി. എന്നിട്ട് മക്കളുമായിട്ട് തെറ്റായ കാര്യങ്ങൾ ഇടപെടേണ്ടി വന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വായിച്ചില്ലായിരുന്നു, ഇതിനെ കുറിച്ച് റെഫർ ചെയ്തായിരുന്നു. കൊലോഷ്യർക്ക് ലേഖനം, കൊലോഷ്യൻസ് 3:1-2, 1-2. ഇഫ്, അതാണ് ഇവിടെ ഒരു ഇഫ് ഉണ്ട് അല്ലേ, കണ്ടീഷൻ. ഇഫ് then you are raised with Christ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ളവർ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. ഇവിടെയാണ് പ്രശ്നം. ആത്മീയമായ രീതിയിൽ മുന്നോട്ട് അനുഗ്രഹപരമായ ആത്മീയ ജീവിതം നയിച്ച് ഫിനിഷ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഓട്ടം ഫിനിഷ് ചെയ്യണമെങ്കിൽ, വിശ്വാസം തേക്കണമെങ്കിൽ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഭൂമിയിലുള്ളത് ആവശ്യമല്ലെന്നല്ല. ഭൂമിയിലായിരിക്കുമ്പോൾ കാര്യങ്ങൾ ആവശ്യമുണ്ട്, പക്ഷെ നമ്മുടെ ചിന്ത, നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെ നിന്നാണ്? നമ്മുടെ ജീവിതത്തെ നമ്മളുടെ രീതിയിലാണോ കാണുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്? ആ രീതിയിലാണ്. ഇത് രണ്ടും വലിയ വ്യത്യാസം. ദൈവം എന്റെ ജീവിതത്തെ, എന്റെ കുടുംബ ജീവിതത്തെ, എന്റെ മക്കളുടെ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെ വ്യത്യാസമുണ്ടാകും. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ലോത്ത് തെരഞ്ഞെടുത്തു. ഹി ചോസ് ഫോർ ഹിംസെൽഫ്. തനിക്ക് തെരഞ്ഞെടുപ്പ് നടത്തി താഴെയുള്ളത് തെരഞ്ഞെടുത്ത് ലോത്ത് പോവുകയാണ്. അവിടെ നമ്മൾ എബ്രഹാമിനെ കുറിച്ച് 13-ാമത്തെ വാക്യത്തില് 14 മുതലുള്ള ഒന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി 13:14 മുതൽ. ലോത്ത് എബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ എബ്രഹാമിന് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അടുത്ത വാക്യം 15. നീ കാണുന്ന ഭൂമി ഒക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഒരു തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ ഏൽപ്പിച്ചപ്പോഴ് ദൈവത്തിന് അനുഗ്രഹങ്ങൾ വരുന്ന വഴി കണ്ടു. ലോത്ത് സ്വയമായിട്ട് നല്ലത് നോക്കി വെട്ടിപ്പിടിക്കാൻ പോയതാണ്. പക്ഷെ എബ്രഹാമിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിട്ട് പറയും, ഞാൻ നിനക്ക് ശാശ്വതമായിട്ട് തരും. ദൈവം തരുന്നത് ശാശ്വതമായിട്ടുള്ളതാണ്. ഇവിടെ ലോത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് മലയാളത്തിലേക്കായും ഇംഗ്ലീഷിൽ ഹി ചോസ് ഫോർ ഹിംസെൽഫ്. തനിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പൊക്കെ തനിക്ക് വേണ്ടി ചെയ്തതാണ് ലോത്ത്. തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി എടുത്ത തെരഞ്ഞെടുപ്പ്. പക്ഷെ എബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ് ദൈവമാണ് നടത്തിയത്. എന്നുള്ളത് ഞാൻ ശാശ്വതമായി നിനക്ക് തരും അല്ലെ. എന്നിട്ട് 18-ാമത്തെ വാക്യത്തില്, അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് യാഗപീഠം പണിത് എബ്രഹാം യഹോവയുടെ കൂടെ ഇരിക്കുകയാണ്. ഇവിടെ ലോത്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വായിച്ചാണ്.
സൊദോംവാസികൾ 13:12 നമ്മൾ ലോത്തിനെ കുറിച്ച് വായിച്ചു. ഹി പിച്ച് ഹിസ് ടെന്റ്, അവന്റെ കൂടാരം സോദോം വരെ അടിച്ചടിച്ച് പോവുകയാണ്. 13ാമത്തെ വാക്യത്തില് the men of Sodom were exceedingly wicked and sinful. ദുഷ്ടന്മാരും മഹാപാപികളുമായിരുന്നു. അത് അവനറിയായിരുന്നു, ലോകത്തിന് അറിയായിരുന്നു. അതൊരു കോംപ്രമൈസ്, ഒരു പൊരുത്തപ്പെട്ട് അല്ലെ, കോംപ്രമൈസ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം അല്ലെ, ആ തീരുമാനം ഓക്കെയാണ്. ആരും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലെ, നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അതൊരു പൊരുത്തപ്പെട്ട ഒരു തീരുമാനം, ഒരു കോംപ്രമൈസ് ആണെങ്കിൽ അതിന്റെ വില നമ്മൾ കൊടുക്കേണ്ടി വരും. കർത്താവിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയുന്നുണ്ട് കാര്യങ്ങളെ കുറിച്ച്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്, ബ്ലാക്ക് വൈറ്റ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ഗ്രേ കളറിൽ പല തീരുമാനങ്ങൾ എടുത്തങ്ങ് പോവുകയാണ്. അറിഞ്ഞുകൊണ്ട് ലോകത്ത് അങ്ങോട്ട് പോവുകയാണ്. നമ്മളിത് വായിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 12:1-2 മലയാളത്തിൽ വായിക്കാം. നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. എന്നിട്ട് 2ാമത്തെ വാക്യത്തില് ഇംഗ്ലീഷിൽ ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്, കൺഫോം ടു, ചില വേർഷൻസ് കൺഫോം ടു ദ പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ്. ലോകത്തിന് അനുരൂപമാകാതെ രൂപാന്തരപ്പെടും അല്ലെ, ട്രാൻസ്ഫോം. ഇതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ ലോകത്തോട് കൺഫോം ചെയ്യാന്നുള്ളതല്ല, ട്രാൻസ്ഫോം ചെയ്യും. ഓരോ ദിവസവും നമ്മൾ രൂപാന്തരപ്പെടും. ദൈവമായിട്ട് വസിക്കുമ്പോൾ, ദൈവമായിട്ട് നടക്കുമ്പോൾ. അതാണ് നമ്മൾ നോഹയെ കുറിച്ചും ഈനോക്കിനെ കുറിച്ചും, ദേ വാക്ക് വിത്ത് ഗോഡ്, ദൈവത്തോടുകൂടെ നടന്നു, ദൈവത്തോട്. പക്ഷെ നമ്മളെല്ലാം ദൈവം നമ്മോടുകൂടെ നടന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പലപ്പോഴും ദൈവം നമ്മുടെ എല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സ് ആയിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് എ മീൻസ് ടു എൻ. പക്ഷെ ദൈവത്തോടുകൂടെ നടക്കാനുള്ള ആഗ്രഹം അല്ലെ, ആ ആഗ്രഹത്തിൽ നിന്നാണ് നമുക്ക് രൂപാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വി ഗെറ്റ് ട്രാൻസ്ഫോംഡ് എവരി ഡേ. നമ്മുടെ ശരീരങ്ങളെ ആ രീതിയിൽ യാഗമായിട്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ. പക്ഷെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ വി കനോട്ട് ഡു ദിസ്. നമ്മൾ അതിനെക്കുറിച്ച് അല്പമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിനെ കുറിച്ച് അല്പമായി ഞാൻ പറയുന്നുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു പരിധിവരെ നമുക്ക് ആത്മീയനായിട്ട്, ദൈവിക മകനായിട്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണിന്റെ ഒരു ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവരും. ഞാനൊരു പഴഞ്ചൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നതിന് നോക്കരുത്. ഞാനും ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. മക്കളെ ആ രീതിയിൽ ട്രെയിൻ. ഒരു 3-4 വർഷം മുമ്പ് പേരൻസ് ആയിരുന്നു മക്കളെ കുറിച്ച്, അവരെപ്പോഴും മൊബൈലിലാണ്, എപ്പോഴും സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പൊ ഒരു ട്രെൻഡ് മാറി ഒരു കുറച്ച് നാളുകൊണ്ട്. ഇപ്പൊ മക്കളാണ് പരാതി പറയുന്നത്. അമ്മയപ്പന്മാരെ, പപ്പയും മമ്മിയും എപ്പോഴും മൊബൈലാണ്, പപ്പയും മമ്മി എപ്പോഴും മൊബൈലാണ്, അപ്പച്ചനും അമ്മച്ചി എപ്പോഴും മൊബൈലാണ്. പണ്ട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇതിനകത്ത് ഇൻവോൾവ്. ഇപ്പൊ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇതിനകത്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ദൈവമക്കളെ. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വിനയായിട്ട് നിൽക്കുമ്പോൾ ചില ഡിസിപ്ലിൻസ് കൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ഉപകരണം എന്ന രീതിയിൽ മാത്രം കാണും. ഇറ്റ്സ് എ ഡിവൈസ് ടു ബി യൂസ്ഡ്. അതിന് നമ്മളെ തന്നെ ദാസന്മാരും ദാസിമാരും ആവാതിരിക്കാൻ ശ്രമിക്കും. എന്റെ മൊബൈലല്ല എന്നെ ഡിസൈഡ് ചെയ്യേണ്ട എന്റെ ടൈം സോൺസ്, എന്റെ പ്രയോറിറ്റീസ്. ഞാൻ എന്ത് ചെയ്യണം, എപ്പോഴെന്ത് ചെയ്യണമെന്ന് എന്റെ ഡിവൈസ് അല്ല ഡിസൈഡ്. ഞാൻ ഡിസൈഡ് ചെയ്യണം എന്റെ ഡിവൈസ് ഞാൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ പറയാൻ സമയമെടുക്കും. ഞാൻ ആ വിഷയത്തിലൂടെ പോകുന്നില്ല. അനുരൂപപ്പെടാതിരിക്കും, രൂപാന്തരപ്പെടും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ലോകത്തിൻ്റെ അടുത്തോട്ട് മടങ്ങി വരാം. 14-ാമത്തെ വാക്യത്തില് 11-12 അവിടെ ഒരു യുദ്ധം നടക്കുകയും ലോകത്തിനെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. ലോകത്തിനെ പിടിച്ചുകൊണ്ടുപോകാൻ, സമ്പത്ത് പിടിച്ചുകൊണ്ടുപോകും. ക്യാപ്ചേർഡ് ബൈ എനിമി. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന്, എബ്രഹാം അവിടെ ദൈവത്തോട് കൂടെ വസിക്കുമ്പോൾ ഇവിടെ ലോകത്ത് ദുഷ്ടന്മാരുടെ ഇടയിൽ, മഹാപാപികളുടെ ഇടയിൽ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുകയാണ്. ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ചില കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി, ചില ലാഭത്തിന് വേണ്ടി. പക്ഷെ ഇവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:27 ഡോണ്ട് ഗീവ് പ്ലേസ് ടു ഡെവിൾ. പിശാചിന് ഇടം കൊടുക്കരുതെന്ന്.
കോപിച്ചാൽ പാപം ചെയ്ത് എന്നുള്ള അത് കഴിഞ്ഞിട്ടാണ് 27 വരുന്നത്. 26 കോപത്തെ കുറിച്ച് പറയുന്നത്. നമ്മൾ ആ വിഷയത്തോട് പോകുന്നത്. പിശാചിന് ഇടം കൊടുക്കും. പിശാചിന് ഇടം കൊടുത്താൽ അവൻ നമ്മെ കൊണ്ടേ പോകും. ഒരു ചെറുവിരൽ കൊടുത്താൽ അവൻ മുഴുവൻ കൈ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കാതിരിക്കും. പിശാചിന്റെ തന്ത്രങ്ങൾക്ക് ഇടം കൊടുക്കാതിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടായിരിക്കും അവൻ കടന്നു വരുന്നത്. ചെറിയ ചെറിയ സ്വഭാവങ്ങളായിരിക്കും, ചെറിയ ചെറിയ ഇഷ്ടങ്ങളായിരിക്കും, ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും, ചില ലൈഫ് സ്റ്റൈൽസ് ആയിരിക്കും. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു രാജസ്ഥാനിലെ ഒരു മരുഭൂമിയിൽ, രാജസ്ഥാനിലോ മിഡിൽ ഈസ്റ്റിലോ മിഡിൽ ഈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, മരുഭൂമിയിൽ ചൂട് സമയത്ത് ഒരു കുടുംബം പുറത്തു വന്ന് ഒരു ടെന്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴ് ടെന്റിനകത്ത് കഴിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഒരു നോക്ക് കേട്ടു, ഒന്ന് കൊട്ടു. നോക്ക് ഒരു ഒട്ടകമാണ്. അപ്പൊ ഒട്ടകം വന്നിട്ട് പറഞ്ഞ്, എനിക്ക് എൻ്റെ പുറത്ത് ഭയങ്കര വിഷമമാണ്, എൻ്റെ ഒരു കൈ ഒന്ന് വെക്കാൻ ഇച്ചിരി സ്ഥലം തരാമോ? അപ്പോഴിവര് അയച്ചു, ഒരു ഒട്ടകത്തിന്റെ കൈ ഇത്ര ചെറുതാണല്ലേ, അതിനെന്ത് പ്രശ്നം? അങ്ങനെ ഒരു കൈ വെക്കാൻ കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് രണ്ടാമത്തെ കൈ കൊടുക്കും. അപ്പൊ വിചാരിച്ചു ഒരു കൈ കൊടുത്തപ്പോ ഒരു കൈയും കൊടുക്കും. അപ്പൊ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഒട്ടകത്ത് ഇവര് പുറത്തു പോയി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ സുഷിരങ്ങൾ, ചില ദ്വാരങ്ങൾ, അത് നമ്മൾ അടച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ, അവന് സ്ഥലം കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം അവൻ നമ്മളെ കൊണ്ടുപോകും. ഇന്ന് വീണു പോയിട്ടുള്ളവരെല്ലാം ഒരു ദിവസം വീണിട്ടുള്ളതല്ല. മക്കൾ നമ്മുടെ വീടുകളിൽ നിന്ന്, കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, കുടുംബങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ വേർപെട്ടിട്ടുണ്ടെങ്കിൽ, സഭകള് താഴ്ചയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷകന്മാർ വീണിട്ടുണ്ടെങ്കിൽ, അത് ഒരു ദിവസം, എന്നോ ഒരു ദിവസം തുടങ്ങിയതാണ്. എന്നോ ഒരു ദിവസം ഇടം കൊടുക്കാൻ തുടങ്ങിയതാണ്. ഇടം കൊടുത്ത് വീണുപോയി. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ എവിടെ ആയിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 24 മണിക്കൂർ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടായിരിക്കും. 19-ാമത്തെ അധ്യായത്തിലോട്ട് വരാം. ലോകത്തിന് 19-ാം അധ്യായത്തില് 1 മുതൽ 3 വാക്യങ്ങൾ. ആ ദൂതന്മാര് അവിടെ 18-ാമത്തെ വാക്യത്തില് എബ്രാമിനടുത്ത് പോയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയാണ്. അതൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ലോത്ത് അവരോട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വരുവിൻ, അല്ലേ, അടിയന്റെ വീട്ടിൽ വരണമേ. അത് നമുക്കറിയാവുന്ന എബ്രാം അവിടെ ടെന്റിലാണ്, കൂടാരത്തിൽ താമസിക്കുന്നു. ഇദ്ദേഹം ഇവിടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ പറയാൻ വരുന്ന പോയിന്റ് അതല്ല. 3-ാമത്തെ വാക്യത്തില് അവൻ വളരെ നിർബന്ധിച്ചു. അപ്പോൾ അവർ അവന്റെ അടുക്കൽ തിരിഞ്ഞു അവന്റെ വീട്ടിൽ ചെന്നു. സെമിക്കോളൻ. അവൻ അവർക്ക് വിരുന്നൊഴുക്കി, പുളിപ്പില്ലാത്ത അപ്പം ചുട്ട് അവർ ഭക്ഷണം കഴിച്ചു. അവൻ അവർക്ക് വീട്ടിൽ കൊണ്ടുവന്നു. ഈ 18-ാമത്തെ അധ്യായത്തില് അവിടെ ഒരു വിരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യത്തില് എബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇവിടെ സാറയാണ്. ഞാനൊരു സ്ത്രീകൾ തന്നെ അപ്പം ഉണ്ടാക്കണോ, കറി ഉണ്ടാക്കണോ, അടുക്കളയിൽ കയറണോ, ആ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. അല്ല എന്റെ പോയിന്റ്. എല്ലാവരും അന്യോന്യം ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ച് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. എന്റെ പോയിന്റ് അതല്ല. ഇവിടെ ഭാര്യ ഇല്ല. ലോത്തിന്റെ ഭാര്യ മിസ്സിംഗ് ആണ്. ആ ലോത്തിന്റെ ഭാര്യ പല സ്ഥലങ്ങളിലും മിസ്സിംഗ് ആയിരുന്നു. നമ്മൾ 19-30 മിസ്സിംഗ് ആയിരുന്നു ഭാര്യ. ആ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഇവിടെ നടക്കത്തില്ലായിരുന്നു. ഇവിടെ മിസ്സിംഗ് ആണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ, മൂത്ത സഹോദരന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ, സഭയിലൂടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു ഉത്തരവാദിത്തങ്ങൾ, അവർ ഉണ്ടാവേണ്ട സമയത്ത് അവർ ഉണ്ടാവണം, ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യണം, ചെയ്യേണ്ട സ്ഥലത്തും ആവേണ്ട സ്ഥലത്തും പറയേണ്ട കാര്യങ്ങളും പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം. ചെയ്യാതിരുന്നാലുള്ള പ്രശ്നങ്ങളാണ്. മുന്നോട്ട് അതിനെക്കുറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അല്പം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ. ലോത്ത് അവർക്ക് ആഹാരം കൊടുക്കുന്നു. ലോത്തിന്റെ ഭാര്യ അവിടെ ഇല്ല. സഹോദരി എവിടെ പോയെന്ന് അറിയത്തില്ല, അത് വേറെ വിഷയം. പക്ഷെ ഇവിടെ ഇല്ല. അത് ഇംഗ്ലീഷാണ്. 11-1 മുതൽ 3 വരെ. 8-ാമത്തെ വാക്യത്തിന് മുമ്പ് നമുക്കറിയാം അവിടെ ഈ ദൂതന്മാരെ അവരുടെ ലൈംഗിക ഇച്ഛയ്ക്ക് വേണ്ടി അവർ വന്ന് ശല്യം ചെയ്യുകയും ലോത്ത് തന്റെ പുത്രിമാരെ അവരടുത്ത് കൊണ്ടുവരിക.
ഞാൻ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല, നമുക്കറിയാവുന്ന സംഭവങ്ങൾ. പക്ഷെ ലോത്തിന്റെ ഒരു തീരുമാനം എടുക്കുവാൻ അവനെ ഫോഴ്സ് ചെയ്യാണ്. മക്കളെ കൊണ്ട് കൊടുത്തിട്ട് പറയാൻ, നിങ്ങൾക്ക് ബോധിച്ച പോലെ ചെയ്തുകൊള്ളു. ഒരു അപ്പനാണ് ഇത് പറയുന്നത്. ആ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായോ? ഇതൊരു ദിവസം ഉണ്ടായ സാഹചര്യമല്ല. ഒരുപക്ഷെ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു സംസാരം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ലോത്ത് പറഞ്ഞത് ആ മക്കളുമാരെ ഒരുപക്ഷെ ഇമ്പാക്ട് ചെയ്ത് കാണും. ഒരുപക്ഷെ അവിടുത്തെ രീതി അങ്ങനെ ആയിരിക്കാം. 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവർ സ്വന്തം അപ്പനോട് ചെന്ന് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹങ്ങൾ ഒരുപക്ഷെ അവിടെ നിന്നൊക്കെ ആയിരിക്കും വന്ന്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന നമ്മുടെ മക്കള്, നമ്മുടെ പുതിയ തലമുറ, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കാനല്ല, നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരെ ഉപയോഗിക്കാനല്ല, അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചു. ഞാൻ മുന്നോട്ട് പോവുകയാണ്. 12-ാമത്തെ വാക്യം മുതൽ ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? മക്കളോ മരുമക്കളോ പുത്രന്മാരോ? അങ്ങനെ ചോദിക്കുന്നു. ഇവിടെ ഞങ്ങൾ നശിപ്പിക്കാൻ പോകുന്നുണ്ട് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതിനുശേഷം യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു പറഞ്ഞതിന് ശേഷം ലോത്ത് ചെയ്യുന്നത്, ലോത്ത് 14-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രന്മാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. ഇവൻ കളി പറയുകയാണ്, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം വന്ന് പറയാണ്. പക്ഷേ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നു. എന്തുകൊണ്ടാണ്? ഒരു സാക്ഷ്യമില്ലാത്തൊരു ജീവിതം നയിച്ചതുകൊണ്ട്. കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നിട്ട് നമുക്ക് തോന്നില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ അത് 30-ാമത്തെ വാക്യത്തിലും അത് ആ രീതിയിൽ കണ്ടേണ്, അല്ലേ? ഒരു സാക്ഷ്യമില്ലാതെ ജീവിച്ചിരുന്നു. ആ നാട്ടില് അല്ലെങ്കിൽ ഈ വിവാഹം കഴിക്കാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ കുടുംബത്തില് കളി പറയുന്നത് ദൈവിക കാര്യമാണ് വന്ന് പറയുന്നത്, ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. അത് അത് മനസ്സിലാക്കുവാനും അംഗീകരിക്കാനും ഉള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ആത്മീയമായ ബന്ധം അല്ലെങ്കിൽ ആത്മീയമായ ഒരു ടെസ്റ്റിമണി, ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള അതിനെ കുറിച്ച് പറഞ്ഞു. ഇവൻ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഒരു ദൈവ മകനായിട്ട് ജീവിക്കുന്നവർ തന്നെ, ഒരു മകൻ അല്ലെങ്കിൽ മകൾക്ക് മാത്രമേ അവർ സൊസൈറ്റിയിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റൂ. നമ്മളായിരിക്കുന്ന കുടുംബങ്ങളാവട്ടെ, നമ്മളായിരിക്കുന്ന സഭകളാവട്ടെ, നമ്മളായിരിക്കുന്ന ജോലി സ്ഥലങ്ങളാവട്ടെ, നമ്മുടെ സ്വഭാവം, നമ്മളൊരു ദൈവമകനായിട്ട് ദൈവമകളായിട്ട് ജീവിക്കുമ്പോഴാണ് അത് ബാക്കിയുള്ളവരിൽ വളരെ ഇമ്പാക്ട് ഉണ്ടാകും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രസംഗങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് സുവിശേഷ പ്രവർത്തനം. അല്ല, നമ്മുടെ ജീവിതം തന്നെ സുവിശേഷമാണ്. ആ രീതിയിൽ ജീവിക്കുമ്പോൾ, കോംപ്രമൈസ് ചെയ്യാതെ ജീവിക്കുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുന്ന, ദൈവത്തിൽ ആശ്രയിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ, അത് വലിയൊരു ടെസ്റ്റിമണിയാണ്. ഇവിടെ ഞങ്ങളുടെ ടെക്നോപാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വിനീത് എന്ന് പറഞ്ഞൊരു മകൻ, അവന് ഇപ്പൊ ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ ഫുൾ ടൈം വേലയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ശരി പയ്യനാണ്, 28-29 വയസ്സേ ഉള്ളൂ. അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർഷം മുമ്പത്തെ ഒരു സംഭവമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ കമ്പനി അവര് റൈറ്റ് സൈസ് ചെയ്യാൻ തീരുമാനിച്ചു. റൈറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെയൊക്കെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഇവരുടെ ടീമിനെ മുഴുവനായിട്ട് അവര് അവിടുത്തെ ഒരു സീനിയർ മാനേജർ പുറത്തുനിന്ന് വന്നു, മീറ്റിംഗ് വിളിച്ചു. അങ്ങനെയാണല്ലോ നടക്കുന്നത്. മീറ്റിംഗ് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ പിരിച്ചുവിടുകയാണ്, നാളെ മുതൽ നിങ്ങൾക്ക് ജോലിയില്ല. ആ മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും, ഇവൻ ഒഴിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി, ദേഷ്യപ്പെട്ടു, തെറി പറഞ്ഞു, എല്ലാം ചെയ്തു. പക്ഷെ ഇവൻ വളരെ സൈലന്റ് ആയിട്ടിരുന്നു, ഒന്നും പറയാതിരുന്നു. അപ്പോഴാ അവന്റെ ആ സീനിയർ മാനേജർ പുറത്തുനിന്ന് വന്ന, വേറെ കമ്പനിയിൽ നിന്ന്, ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന അയാള് ഇവനെ വിളിച്ചു, ചോദിച്ച്, നീ മാത്രം എന്താണ് മിണ്ടാതെ? ബാക്കി എല്ലാവരും, നിന്റെയും ജോലി പോവുകയാണ്, നിനക്ക് നാളെ മുതൽ ജോലിയില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം അറിയാതെ എന്റെ ജീവിതം ഒന്നും ഉണ്ടാകരുത്. നിങ്ങൾ ഒരുപക്ഷെ എന്റെ ജോലി കളയാൻ കഴിയും, പക്ഷെ എനിക്ക് വേറെ ജോലി തരാൻ കഴിയും.
അവൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ആ സീനിയർ മാനേജർ പോകുന്നതിന് മുമ്പിട്ട് HR അവരുടെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, അവന് മാത്രം ജോലി റീറ്റെയിൻ ചെയ്യും, അവനെ മാത്രം നിങ്ങൾ ജോലിക്ക് നിർത്തുമോ, ബാക്കി എല്ലാം. അവനും ആ ടെർമിനേഷന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനാണ് അദ്ദേഹം വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ജോലിക്ക് വേണ്ടി അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല. നമ്മുടെ ഓരോ തീരുമാനങ്ങളും, നമ്മുടെ ഓരോ സ്വഭാവങ്ങളും, ഓരോ സംസാരങ്ങളും കർത്താവിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിലുള്ള ആശയത്തിലുള്ള ദൈവമകൻ എങ്ങനെ ആയിരിക്കണമെന്ന് അനേക ഉദാഹരണങ്ങളുണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ലാക്ക് ഓഫ് ടെസ്റ്റ്, നമ്മളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ടെസ്റ്റ് മണി ഉള്ള സാക്ഷ്യമുള്ളവനായിട്ട് ചെയ്യും. ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. എനിക്ക് ഡയറക്റ്റായിട്ട് അറിയത്തില്ല. നാട്ടിലൊരു സ്ഥലത്ത് ഒരു സഭയിൽ ഒരു മൂപ്പനെ കുറിച്ച് പറഞ്ഞു കേട്ടതാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് യാഥാർത്ഥ്യമാണോ അല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആരും എന്നെ ആ രീതിയിൽ ചോദ്യം ചെയ്യാൻ വരരുത്. വരുമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം വളരെ കുറെ നാൾ പണ്ട് നടന്നൊരു കാര്യമാണ്. ഈ വലിയ ബൈബിളിലൊക്കെ കയ്യിൽ കീശയ്ക്ക് വെച്ച് അസംബ്ലിയിൽ പോവുകയും സുവിശേഷ പ്രവർത്തനം നടത്തുകയും ഔട്ട്റീച്ച് ചെയ്യുകയും ബൈബിൾ അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ആത്മീയനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, സഭയുടെ മൂപ്പനാണ്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നെയ്ബർ പറഞ്ഞതായിട്ടാണ് ഞാൻ, അദ്ദേഹത്തിന്റെ നെയ്ബർ. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ വേറൊരു നെയ്ബറിന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കും. രണ്ട് വീട് പണിയുന്നതിന് വേണ്ടി ഇഷ്ടികകൾ, ബ്രിക്സ് കൊണ്ട് അവിടെ രണ്ട് വീടിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദേവദാസ് അല്ലെ ഈ മൂപ്പൻ എല്ലാ ദിവസവും രാത്രിയിൽ ചെയ്യുന്ന പണിയെ കുറിച്ചാണ് മൂന്നാമത്തെ ആള് പറഞ്ഞത്. എന്ന് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പുറത്തിറങ്ങി വന്ന് മറ്റേ ആളുടെ ഇഷ്ടിക എടുത്ത് ഇദ്ദേഹത്തിനോട് കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു സാക്ഷ്യം, അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി എത്ര സുവിശേഷ പ്രവർത്തനം ചെയ്താലും എന്താണ്? ഞാൻ ആരെയും കുറ്റം വിധിക്കാൻ യോഗ്യനല്ല. ദാറ്റ് ഇസ് നോട്ട് മൈ ജോബ് ടു. അത് എന്റെ ഉത്തരവാദിത്വമാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ, സാക്ഷ്യമുള്ളവരായി പറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, സാക്ഷ്യമില്ലാതിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് നമുക്കിന്ന് മറച്ചു വെക്കാൻ കഴിയും, മറച്ചു വെച്ചുകൊണ്ട് കുറെ നാൾ ജീവിക്കാൻ കഴിയും. പക്ഷെ ഒരു ദിവസം നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വിടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 10ാമത്തെ അധ്യായം മുന്നോട്ട് പോവുകയാണ്. 15 മുതലുള്ള വാക്യം. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി ഇവിടെ നശിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞു, ബന്ധപ്പെടുത്തു. 16ാമത്തെ വാക്യം താമസിക്കും, എന്നിട്ടും പോവാനും ആഗ്രഹമില്ല. 16ാമത്തെ വാക്യം കൈക്ക് പിടിച്ചുകൊണ്ട് പോകണം. അവർ വന്ന് കൈക്ക് പിടിച്ചു, ഭാര്യയും മക്കളെയും കൈക്ക് പിടിച്ചു. 17ാമത്തെ വാക്യത്ത് പറയാണ്, പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തൊന്നും നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞു. അല്ലെ, ബന്ധപ്പെടുത്തുകയാണ്. അവിടുന്ന് പോകാൻ ആഗ്രഹമില്ല. ആ സ്ഥിതി, ആ സാഹചര്യം അതങ്ങ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നശിപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ നിൽക്കുക, താമസിക്കുക. അല്ലേ, താമസിക്കുക. 15ാമത്തെ വാക്യം പറയാണ്, കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറയാണ്, ഇവിടുന്ന് ഓടിപ്പോകാൻ പറയാണ്, എന്നിട്ട് താമസിക്കും. പക്ഷെ ദൈവം എത്ര കരുണയാണ് അവരോട് കാണിച്ചത്. കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് അവസരങ്ങൾ തരാം, നമ്മളോട് സംസാരിക്കാറുണ്ട്. ഇനി നീ ഇവിടെ നിന്നാല്, ഇത് നീ ചെയ്തുകൊണ്ടിരുന്നാല് നീ നശിച്ചു പോകും, നിന്റെ കുടുംബം നശിച്ചു പോകും, നിന്റെ ശുശ്രൂഷ നശിച്ചു പോകും, നിന്റെ സഭാജീവിതം നശിച്ചു പോകും എന്ന് പലപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കാറുണ്ട്. പലപ്പോഴും കൈപിടിച്ച് പുറത്തു കൊണ്ടുവരാറുണ്ട്. എങ്കിലും നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഈ പാപത്തിന് അതിൻ്റെതായ ഒരു സുഖമുണ്ട്, അല്ലെ? പാപത്തിന് അതിൻ്റെ സുഖമുണ്ട്. ആ സുഖം അങ്ങ് എൻജോയ് ചെയ്ത് ആ സുഖമില്ലാതെ ഇരിക്കാൻ പറ്റുന്നു. അങ്ങനെയാണ് താഴോട്ട് പോകുന്നത്. നാശം ഭവിക്കാതിരിക്കാൻ ഓടിപ്പോകാൻ പറയാണ്. അവരോട് കരുണ കാണിച്ചു. 17ാമത്തെ വാക്യത്തിൽ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകാതെ, ഇംഗ്ലീഷില് urge Lord to hurry while he lingered. അതൊക്കെ കീ വേർഡ്സ് ആണ്, ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് മാത്രം. എസ്കേപ്പ് ഫോർ യുവർ ലൈഫ്, എസ്കേപ്പ് ടു ദ മൗണ്ടൻസ്. അല്ലേ, പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോവുക.
പുറകോട്ട് നോക്കരുത്. പലപ്പോഴും ദൈവം നമുക്ക് ഇങ്ങനെയുള്ള ആഹ്വാനങ്ങൾ, ഇങ്ങനെയുള്ള കമാൻഡ്സ്, ഡയറക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഇഫ് യു ഹിയർ ഹിസ് വോയിസ് ടുഡേ, ഇന്ന് ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഹൃദയങ്ങളെ കഠിനമാക്കാതിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഹൃദയങ്ങളെ കഠിനമാക്കാതിരിക്കുക. തീരുമാനങ്ങൾ എടുക്കുക, വിടേണ്ട കാര്യങ്ങൾ വിട്ടു ഓടുക, പുറകോട്ട് നോക്കാതിരിക്കുക, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടുക, തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കുന്ന വേണ്ടി, ടു ഫിനിഷ് വെൽ. ദൈവം തന്നിരിക്കുന്ന സമയങ്ങളും സാഹചര്യങ്ങളും കുടുംബവും സഭയും ആ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ചില സുഖങ്ങൾ വേണ്ടെന്ന് വെക്കുക, വിടുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പക്ഷെ ലോത്ത് പറയുന്നത് എന്താണ്? അങ്ങനെയല്ല കർത്താവേ, ഇതെല്ലാം പറഞ്ഞിട്ട് പിടിച്ചു പുറത്തു കൊണ്ടുപോയി. അങ്ങനെയല്ല കർത്താവ്, ഞാൻ പറയുന്ന പോലെ, ഞാൻ പറയുന്നതാണ് ശരി. കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോഴും ഞാൻ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ കർത്താവിനോട് ഇതുപോലാണ്. അങ്ങ് പറഞ്ഞു, ബൈബിൾ എഴുതി അങ്ങനൊന്നും അല്ല, അതിന്റെ റൂട്ട് ഇങ്ങനാണ്, അത് ഗ്രീക്കിൽ ഇങ്ങനെയാണ്. കർത്താവ് പറഞ്ഞതല്ല ശരി. കർത്താവിന് പോലും ചിലപ്പോൾ നമ്മൾ ബൈബിൾ ക്ലാസ് എടുത്തോളാം, അത്രത്തോളം അറിവ് നമുക്ക്. ലോകത്തോട് അങ്ങനെയല്ല കർത്താവ്, അങ്ങനെയല്ല എന്റെ ജീവിതം, എനിക്കിതാണ്, ഇങ്ങനെ ആയിരിക്കണം. എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം, എന്നോട് കൃപ തോന്നണം, എനിക്ക് പർവ്വതത്തിലൊന്നും പോകാൻ വയ്യ, എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റും അല്ലേ? അതാ ഒരു പട്ടണം കാണുന്നുണ്ട് അല്ലെ, 20ാമത്തെ വാക്യം, അവിടേക്ക് എനിക്ക് ഓടിപ്പോ, അത് ചെറുതാണ്, അവിടെ പോയിക്കൊള്ളാം. പട്ടണം വിട്ടു പോകുവാനൊരു ആഗ്രഹം അല്ലെ? പട്ടണം വിട്ടു പോകാൻ ആഗ്രഹമില്ല, ഇവിടെയൊക്കെ എങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ വയ്യ, ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ വയ്യ, ഒന്നും വിട്ടുകൊടുക്കാൻ വയ്യ, എല്ലാം എന്റെ കയ്യിൽ വേണം. പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസത്തെക്കാൾ വലുതാകുമ്പോഴാണ് നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിന്റെ സുഖങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, എന്റെ പേരും, എന്റെ ഫെയിം, എന്റെ നെയിം, എന്റെ അസറ്റ്സ് അല്ലേ, അതൊക്കെ വിശ്വാസത്തേക്ക് വലുതാകുമ്പോൾ സാക്രിഫൈസ് ചെയ്യാൻ പാടാണ്. വിശ്വാസത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ത്യജിക്കാൻ പറ്റുന്നില്ല. അനേകര് അവരുടെ ജീവിതം വിശ്വാസത്തേക്കാൾ വലുതാക്കിക്കൊണ്ട് ജീവിച്ചു പോവുകയാണ്. വിശ്വാസം ജീവിതത്തേക്കാൾ വലുതാവണം. എന്റെ വിശ്വാസം, എന്റെ കർത്താവ് എന്റെ ജീവിതത്തെക്കാൾ വലുതാവണം എന്നുള്ള ബോധ്യം എന്നാണ് വരുന്നത്, അതാണ് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ പോകുന്നത്. അല്ലാതെ എന്റെ ജീവിതത്തിൽ കർത്താവ് കാര്യങ്ങൾ ആഡ് ചെയ്ത് എന്റെ ജീവിതം നല്ലോണം ഒന്നും കൂടെ പോഷിപ്പിക്കണം, ഒന്നും കൂടെ സന്തോഷകരമാക്കണം, ഒന്നും കൂടെ അനുഗ്രഹിക്കണം, അതല്ല. എന്റെ വിശ്വാസം, എന്റെ കർത്താവ്, അതാണ് എന്റെ ജീവിതത്തിലെ നമ്പർ 1. അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുമ്പോൾ, ഞാനും എനിക്കുള്ളതും എന്റെ കുടുംബവും എന്റെ മക്കളും അവിടുന്ന് തന്ന എല്ലാം അങ്ങേക്കാണെന്നുള്ള പാട്ട് പാടിയതുകൊണ്ട് കാര്യമില്ല. അത് ജീവിതത്തിന്റെ പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുമ്പോഴാണ്, അതാണ് ട്രാൻസ്ഫോർമേഷൻ, അതാണ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് കുടുംബങ്ങൾ ഇമ്പാക്ട്, അങ്ങനെയുള്ള ജീവിതം, അങ്ങനെയുള്ള തീരുമാനങ്ങൾ മക്കളിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകും, ഈ തലമുറയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകും. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് വളരെ അഭിമാനമുണ്ട്. അവർ വിശ്വാസത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചവരാണ്, ത്യജിച്ചവരാണ്, കൊടുത്തവരാണ്. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് സംസാരിക്കുവായിരുന്നു, വേലയുടെ ബന്ധത്തിലുള്ള ഒരു മീറ്റിംഗ്. പണ്ട് അപ്പച്ചന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യത്തെ മകൻ കർത്താവിന് വേണ്ടി കൊടുക്കും, ആദ്യത്തെ മകൻ കർത്താവിന് വേണ്ടി കൊടുക്കും. ഇത് പറയുമ്പോൾ ചിലർ ചോദിക്കും, അന്ന് മക്കളുമാരൊക്കെ കൂടുതലായിരുന്നു, അപ്പൊ എങ്ങനാ ഇപ്പൊ എങ്ങനെ 1, 2, 1.5 എല്ലാം അവൾ എങ്ങനെ കൊടുക്കുന്നത്? നമ്പർ അല്ല അവിടെ, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. കർത്താവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? പലപ്പോഴും കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ ധാരാളിത്തത്തിൽ നിന്ന്, നമ്മുടെ അബൻഡൻസിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. We gave the leftovers. നമ്മളിലുള്ള ശേഷിപ്പുകളാണ് പലപ്പോഴും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നത്. പിന്നെ എങ്ങനെയാണ് കർത്താവ് ഇതിൽ അനുഗ്രഹിക്കാൻ പോകുന്നത്? ലെഫ്റ്റോവേഴ്സ് അല്ല കർത്താവിന് വേണ്ടത്. He wants the main thing. നമ്മുടെ സമയത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ
60 വയസ്സിന് ശേഷമുള്ള ജീവിതമല്ല കർത്താവിന് ആവശ്യം. ഈ സമയമാണ് കർത്താവിന് ആവശ്യം. ഇന്ന് നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു അതാണ് കർത്താവിന് ആവശ്യം. അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? ഇല്ല. I want to give my leftovers. ശേഷിപ്പുകളാണ് പലപ്പോഴും. ലെഫ്റ്റ് ഓവേഴ്സ് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? പിച്ചക്കാർക്കാണ്, ബെഗേഴ്സിനാണ് കൊടുക്കുന്നത്, അല്ലെ? ബെഗേഴ്സിനൊന്നും പിടിച്ച് നല്ല കാര്യങ്ങളൊന്നും കൊടുക്കില്ല. വി ഗീവ് ദ ലെഫ്റ്റ് ഓവേഴ്സ്. പലപ്പോഴും നമ്മൾ ആ രീതിയിലാണ് ദൈവത്തെയും ദൈവവേലയും കാണുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ചില കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് എനിക്കറിയാം. പക്ഷേ ആദ്യത്തെ ദിവസം ഓർപ്പിച്ചതുപോലെ ഇതൊരു റിലീജിയസ് സ്പിരിച്വൽ എന്റർടൈൻമെന്റ് സെഷൻ ഒന്നുമല്ല. കർത്താവ് പറയേണ്ട കാര്യങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് സാക്രിഫൈസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരെയും കാണിക്കാനല്ല. നമ്മുടെ സാക്രിഫൈസ് ആരെയും കാണിക്കേണ്ട ആവശ്യം. പലപ്പോഴും നമ്മൾ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് വേറെ വിഷയമാണ്. അതിനകത്ത് പോകുന്നില്ലേ. ലൈഫ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഫെയ്ത്ത്. വിശ്വാസം നമ്മുടെ ജീവിതത്തെക്കാൾ വലുതാവണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് ഇംഗ്ലീഷിലെ വാക്യങ്ങളാണ്. നോട്ട് വില്ലിംഗ് ടു സാക്രിഫൈസ്. ഞാൻ പെട്ടെന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് പോവുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തില് ഇവിടെ കർത്താവ് ഗെത്സമന തോട്ടത്തിലെ രംഗമാണ്. കർത്താവ്, ഞാനത് മലയാളത്തിൽ വായിക്കും. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരുപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞാൽ, ശിഷ്യന്മാർ പ്രത്യേകിച്ച് പത്രോസും യോഹന്നാൻ യാക്കോബിനെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, പാർത്ത് ഉണർന്നിരുപ്പ്. 37-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവിടെ പോയിട്ട് നിലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ ആ ഭാഗമെല്ലാം എടുക്കാൻ ആഗ്രഹിക്കുന്നു. 37-ാമത്തെ വാക്യം. പിന്നെ അവൻ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ നീ ഉറങ്ങുന്നുവോ? ആ ചോദ്യം കഴിഞ്ഞിട്ട്, ആ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ളത് വായിക്കും. ഒരു നാഴിക ഉണർന്നിരുപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? കർത്താവ് എത്ര ഹൃദയവേദനയോടായിരിക്കും. നിനക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ സുഭാഷ് നിന്നെ ഞാൻ ഇവിടെ ആക്കിയിരിക്കുന്നത്? നിന്നോട് ഞാൻ എന്താണ് പറഞ്ഞത്? ഉണർന്നിരുന്ന് പ്രവർത്തിപ്പാൻ, ഉണർന്നിരുന്ന് എനിക്ക് വേണ്ടി ജീവിപ്പാൻ എന്ന് പറഞ്ഞതല്ലേ? നീ ഇവിടെ നിന്ന് സുഖിച്ച് ഉറങ്ങുകയാണ്. ഒരു നാഴിക ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലേ? ഒരു നാഴിക നീ സാക്രിഫൈസ് ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലേ? നിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം നീ സാക്രിഫൈസ് ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ എന്താണ് നമ്മള് വിശ്വാസികൾ അല്ലെങ്കിൽ സഭയിലുള്ളവർ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം? കർത്താവിന്റെ പുറകെ വന്നിട്ടുള്ളവർ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം 40-ാമത്തെ വാക്യത്തില് മടങ്ങി വന്നാറെ അവരുടെ കണ്ണുകൾ ഭാരമേറിയ കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു. വീണ്ടും ഉറങ്ങുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ഒരു വ്യത്യാസവും ഇല്ല. ഈ 37-ാമത്തെ വാക്യം കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കട്ടെ തന്നെ. എത്ര വാചകങ്ങൾ കേട്ടു, എത്ര പ്രാവശ്യം കർത്താവ് നമ്മളോട് സംസാരിച്ചു, എത്ര ദേവദാസന്മാര് അവരുടെ തൊണ്ട പൊട്ടിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ വീണ്ടും ഉറങ്ങുന്നവരായിട്ടാണ് കാണുന്നത്. പല മീറ്റിങ്ങുകളിലും പല പ്രവർത്തികളും ആ രീതിയിൽ ഒരു ഫോർമാലിറ്റി എന്ന രീതിയിൽ വന്നിരുന്ന് കേട്ടിട്ട് പോയില്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും, കേട്ടില്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും, ജോയിൻ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും. ഇപ്പോഴത്തെ സൂം ആയപ്പോഴത്തെ ഈസി, വീഡിയോ ഓഫ് ചെയ്ത് ഓഡിയോ ഓഫ് ചെയ്താൽ എന്ത് നടക്കുന്ന പോലും ആർക്കും അറിയില്ല. മറ്റേത് ഹാളിലിരിക്കുമ്പോൾ അല്പമെങ്കിലും ആ രീതിയിൽ നമ്മൾ കോൺഷ്യസ് ആയിരുന്നില്ല. ആ വിഷയങ്ങളൊന്നും ഞാൻ പോകുന്നില്ല. എത്ര പ്രാവശ്യം നമ്മളോട് ദൈവം സംസാരിച്ച് ഉണർന്നിരുന്ന് പ്രവർത്തിപ്പാൻ, വീഴാതിരിപ്പാൻ, ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. 40-ാമത്തെ വാക്യത്തില് എന്ത് ഉത്തരം പറയണമെന്ന് അറിഞ്ഞു. ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ഉത്തരം ഒന്നും പറയാൻ പറ്റില്ല. ചോദ്യങ്ങൾ മാത്രം ഉണ്ടാവും. എന്റെ പ്രിയ ദൈവമക്കളെ, ഒരു ദിവസം നമ്മൾ ഈ കർത്താവിനെ മുഖത്തോട് മുഖം കാണേണ്ടവരാണ്. കർത്താവ് കണ്ണോട് കണ്ണ് നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. അന്ന് ഇതുപോലെ ഉത്തരം പറയാതെ ഇരിക്കാൻ പോവുകയാണ്. 41-ാമത്തെ വാക്യത്തില് അവൻ മൂന്നാമത് വന്ന് അവരോട്, ഇനി ഉറങ്ങി ആശ്വസിച്ചു മതി, ഇനി ഒന്നും ചെയ്യാനുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞു. കർത്താവ് പറഞ്ഞ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു രാത്രി. നമ്മുടെ ജീവിതങ്ങൾ എന്ന് തീരാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഏത് സമയം വേണമെങ്കിലും നമ്മൾ ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് കടന്നു പോകുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഉണർന്നിരിപ്പാൻ
നമ്മുടെ സുഖ സൗകര്യങ്ങളിൽ മത്ത് പിടിച്ച് മറന്നു പോകാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയോടെ ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ എന്ന രീതി നമ്മൾ അറിയുന്ന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 19-20 വാക്യങ്ങളിൽ 18-19-20 വാക്യങ്ങളിൽ ഇവിടുത്തെ കീവേഡ് കർത്താവ് പോകുവിൻ, ഭൂലോകത്തിന്റെ ഉള്ളവരെല്ലാം എന്റെ സാക്ഷികളാക്കും. മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ദ നേഷൻസ്. 2000-ൽ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞൊരു കൽപ്പനയാണ്. ഇത് കൊക്കക്കോളയുടെ ആഡൊന്നും അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടി കാണിക്കുന്നു. ഈ കമ്പനി 1886 തുടങ്ങിയത്, 1986, 135 years ബാക്ക്. ഇന്ന് ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയാലും ഏത് വില്ലേജിൽ പോയാലും ഇത് ഒരു ഷാക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോൾ അല്ലെങ്കിൽ കൊക്കക്കോള നമുക്ക് വാങ്ങാൻ കിട്ടും. ഏകദേശം ഒരു ദിവസം 170 സെർവിങ്സ് അവര് സ്പെൻഡ് ചെയ്യുന്നു, അവര് ചെലവാക്കുന്നു അല്ലെങ്കിൽ അവർ വിൽക്കുന്നു എന്നാണ് പറയുന്നത്. 170 കോടി. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തന്ന കൽപ്പനയാണ്, ഭൂലോകം മുഴുവനും പോയി എൻ്റെ സാക്ഷികളാകും, ശിഷ്യന്മാരാക്കുക. കോവിഡിന് മുമ്പുള്ള ഒരു ഡേറ്റയാണ്. കോവിഡിന് ശേഷം അല്പം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ലോകത്ത് ഏകദേശം ഒരു ദിവസം 1.5 ലക്ഷം ആൾക്കാർ മരിക്കും. ഇപ്പോഴും ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. 1.5 ലക്ഷം ആൾക്കാർ മരിക്കും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ 1.5 ലക്ഷം മരിച്ചു, ഇന്ന് 1.5 ലക്ഷം മരിക്കും. അതില് ബെസ്റ്റ് എസ്റ്റിമേറ്റ്, നമുക്ക് കറക്റ്റായ കണക്കുകളില്ല, വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു 5, 6, 7% കൂടുതലില്ല. എന്ന് പറഞ്ഞാൽ 1,44,000-ഓളം പേര്, 43,000, 44,000-ഓളം പേര് നരകത്തിലാണ് പോകും ഓരോ ദിവസം. ഇന്നലെ ഓൾമോസ്റ്റ് 1,43,000, 1,43,000 went to hell yesterday. Today also they are going. ഞാൻ ഒന്ന് കണക്ക് കൂട്ടുമായിരുന്നു. ഈ 1.5 ലക്ഷം ആൾക്കാർ, ഈ 1,40,000-ഓളം ആൾക്കാര് ഒരു ക്യൂവിൽ നിൽക്കുവാണെന്ന് വെച്ച്, ഒരാൾ ഒരു 30 സെന്റിമീറ്റർ വീതം എടുത്ത് നിൽക്കുവാണെങ്കിൽ ഈ 1,45,000-ഓളം പേര് ഫോം എ ക്യൂ 45 കിലോമീറ്റർ, 45 കിലോമീറ്റർ ദൂരമുള്ള ഒരു ക്യൂ ആയിട്ടായിരിക്കും ഒരു ഫോം. എന്ന് പറഞ്ഞാൽ ഇന്നലെ 45 കിലോമീറ്റർ ആൾക്കാർ നിന്ന് നരകത്തിൽ പോയി, ഇന്നും 45 കിലോമീറ്റർ ആൾക്കാർ നിന്ന് നരകത്തിൽ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കും. ഒരു മിനിറ്റില് 104 പേര് നരകത്തിൽ പോയിക്കൊണ്ടിരിക്കും. 104 people. ഇപ്പൊ നമ്മൾ ഈ ഒരു മീറ്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ 1 മണിക്കൂറായി. 6,000 പേര് നരകത്തിൽ പോയി കഴിഞ്ഞു. 6,000 പേര്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തന്ന കൽപ്പനയാണ്. ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 25,000-ഓളം പേര് ഒരു ദിവസം മരിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ 17-ഓളം പേര് നരകത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആ കണക്കുകളൊന്നും പറയാൻ എനിക്ക് ഇവിടെ സമയമില്ല. ദൈവനുദിക്കാണെങ്കിൽ വേറെ അവസരത്തിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. കർത്താവ് നമ്മളെ ഉണർന്നിരുത്തുവാൻ നമ്മളെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. പക്ഷെ പലപ്പോഴും നമ്മളെ ഈ പട്ടണങ്ങളിലുള്ള സുഖ സൗകര്യങ്ങൾ വിടുവാനും അതിൽ നിന്നുള്ള സന്തോഷം വിടുവാനും അതിൽ സന്തോഷിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ലെഫ്റ്റ് ഓവേഴ്സ് കൊടുക്കാനുള്ള ഒരു ജീവിതമാണ് പലപ്പോഴും നടക്കുന്നത്. ഞാൻ ആരെയും വിധിക്കാൻ യോഗ്യനല്ല. ദാറ്റ്സ് നോട്ട് മൈ ജോബ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. മുന്നോട്ട് പോകാം. 19-ാമത്തെ അധ്യായത്തില് വരാം. ലോത്ത് മുന്നോട്ട് പോവുകയാണ്. അവിടെ സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിച്ചു. 26-ാമത്തെ വാക്യത്തിൽ ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അവസാന നിമിഷവും പറഞ്ഞു, ബന്ധപ്പെടുത്തി, പോകുന്നില്ല പറഞ്ഞു, കൈപിടിച്ച് പുറത്തു കൊണ്ടുവന്നു, ഓടിപ്പോകാൻ പറഞ്ഞു, പുറമോട്ട് നോക്കില്ലെന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലാവുന്നു, ഒന്നും ചെയ്യുന്നില്ല. ആഗ്രഹങ്ങളെല്ലാം പുറകെയാണ്. ആഗ്രഹങ്ങളെല്ലാം ഇവിടെയാണ്. പാട്ടുകൾ പാടുന്ന സ്വർഗത്തിൽ പോകും, സ്വർഗത്തിലെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. പക്ഷെ ആഗ്രഹങ്ങളും പ്രവൃത്തികളും എല്ലാം ഇവിടെയുള്ള കാര്യങ്ങളാണ്. All decisions, actions, thoughts, everything is about things of this world. ഈ ലോകത്തുള്ള കാര്യങ്ങളാണ്. പിന്നിൽ തിരിഞ്ഞു നോക്കാതെ പോകാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ലോകത്തിനോടും ഭാര്യയോടും മക്കളോടും പറഞ്ഞ് നിങ്ങൾ മലകളിൽ കയറി ഓടുവാൻ.
മലയിലോട്ട് ഓടി, എസ്കേപ്പ് ടു ദ മൗണ്ടൻസ്. അത് ലോത്ത് പോയില്ല. അവിടെയെങ്കിലും ലോത്ത് കർത്താവിനെ അനുസരിച്ചിരുന്നു എങ്കിൽ, ഞാൻ ചിന്തിക്കുകയാണ്, വേദപുസ്തകത്തിലുള്ള കാര്യമല്ല, ഞാൻ എന്റെ ചിന്തയിൽ നിന്ന് പറയുന്നു, മലയിലാണ് ഇവർ ഓടിപ്പോയിക്കൊണ്ടിരുന്നു എങ്കിൽ, മലയിൽ ഓടിപ്പോകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കി മലയിലോട്ട് കയറാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ മല സ്റ്റീപ്പാണ്. യു ഓൺലി ക്ലൈംബ് അപ്പ്. മുകളിലോട്ട് മാത്രം, മുകളിലുള്ള ആ ഒരു ഭയവും മലകൾ കയറിയിട്ടുള്ളവർക്ക് അറിയാം, ട്രെക്കിങ്ങിന് പോയിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പോൾ മുകളിലോട്ട് നോക്കിയാണ് നമ്മൾ. ഞാൻ ഇങ്ങനെ വിചാരിക്കാൻ, എന്റെ വിചാരം, എന്റെ ചിന്തയാണ്, വേദപുസ്തക കാര്യമല്ല. ഒരുപക്ഷെ അന്നേരമെങ്കിലും, ആ ലാസ്റ്റ് സ്റ്റേജിലെങ്കിലും, ആ അവസാന നിമിഷമെങ്കിലും കർത്താവ് പറഞ്ഞ, ദൂതന്മാർ പറഞ്ഞത് അനുസരിച്ച് മലയിലോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കുവാനോട് അവസരം ഒരുപക്ഷെ അവർക്ക് കിട്ടത്തില്ല. മുകളിലോട്ട് പോകേണ്ട അപായത്തെ കുറിച്ച്. പക്ഷെ അവിടെയും ദൈവം നമ്മളോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവം, എത്രത്തോളം നമ്മൾ മറുതലിച്ച് നിൽക്കും, എത്രത്തോളം നമ്മൾ കേട്ടിട്ട് ഹൃദയങ്ങളെ കഠിനമാക്കിയിരിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വേൾഡ്ലി ഹാർട്ട്, ഹൃദയം നിറയെ ലോകം ഇരിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7:39 സ്തേഫാനോസ് അവിടെ പ്രസംഗമാണ്. ഫുൾ അധ്യായം നമ്മൾ സ്തേഫാനോസിനെ കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് ഇതാണ്, 39ാമത്തെ വാക്യത്തിൽ, whom our fathers would not obey but rejected, and in their hearts they turned back to Egypt. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സിലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിയും. മിസ്രൈമിൽ നിന്ന് എല്ലാം വിട്ട് വന്നതാണ്. കർത്താവ് വളരെ അത്ഭുതത്തോടുകൂടി, വളരെ ശക്തിയോടുകൂടി ചെങ്കടലിൽ പുലർത്തി ഇവരെ കൊണ്ടുവന്നു. പ്ലേഗുകള് ബാധകൾ കൊടുത്തു, അവരെ രക്ഷിച്ചു കൊണ്ടുവന്നു. ശരീരം കൊണ്ട് അവർ അവിടുന്ന് മാറി, പക്ഷെ ഹൃദയത്തിൽ ഇപ്പോഴും മിശ്രയമാണ്. ഇവര് പ്രിയ ദൈവജനമേ, നമ്മുടെ ഹൃദയത്തിൽ ഇന്നും മിശ്രയമാണോ? മിശ്രയമാണെങ്കിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. വിടാൻ വളരെ പാടാണ്. വചനമൊക്കെ വളരെ കത്തിയായിട്ട് കാണാതൊക്കെ പറയുമായിരിക്കും, പഠിക്കുമായിരിക്കും, പ്രസംഗിയൊക്കെ ചെയ്യും. പക്ഷെ ഹൃദയത്തിൽ എന്താണുള്ളത്? ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് എത്തിയിരിക്കും. ആൻഡ് ഇൻ ദെയർ ഹാർട്ട്സ് ദേ ടേൺ ബാക്ക്. ദൈവത്തിന് ഹൃദയം, തലയല്ല. പലപ്പോഴും നമ്മൾ തലയിലാണ് നോക്കുന്നത്. തല കൊണ്ട് ആരാധിക്കുന്നു, തല കൊണ്ട് പഠിപ്പിക്കുന്നു, തല കൊണ്ട്, ഹെഡ്, ബുദ്ധി കൊണ്ട്. തലെന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട്, അറിവ് കൊണ്ട്, കാണാതെ പഠിച്ച കാര്യങ്ങളെ കൊണ്ട്. അതല്ല, ഹൃദയമാണ് ദൈവം നോക്കുന്നത്. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ഹൃദയത്തിലെ ചിന്തകൾ, ഹൃദയത്തിലെ പ്ലാനുകൾ, ഹൃദയത്തിലെ പദ്ധതികൾ. ഹൃദയം കൊണ്ട് ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. നമ്മുടെ ഹൃദയത്തിൽ എന്താണ്? ഇന്ന് രാത്രിയിൽ ദൈവം ആ രീതിയിൽ നമ്മളെ സന്ദർശിക്കാൻ അവസരം തരട്ടെ. ഹൃദയം കൊണ്ട് തിരിഞ്ഞു നോക്കാം. ഹൃദയത്തിൽ കർത്താവിനെ മനസ്സിലാക്കിക്കോ. ഹൃദയം കൊണ്ട് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, ഹൃദയം കൊണ്ട് കർത്താവിനെ സേവിച്ചുകൊണ്ട്, വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട്, മക്കളായിട്ട്, സഭകളായിട്ട് കർത്താവിനെ അനുഗമിക്കാം. ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി വെച്ചത് എനിക്ക് നല്ല രീതിയിൽ നിർത്തണം. ഐ വോണ്ട് ടു ഫിനിഷ് വെൽ. കർത്താവ്, എനിക്ക് നിന്നെ കാണണം. നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എനിക്ക് കണക്ക് തരണം. അതനുസരിച്ച് നീ എന്നെ അംഗീകരിക്കാൻ പോകുന്നു, എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു, എനിക്ക് പ്രതിഫലങ്ങളുണ്ട്. ആ ചിന്തയിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കും. എന്റെ രീതിയിൽ ജീവിതത്തെ കാണാതെ, എന്റെ ആഗ്രഹങ്ങൾക്ക് പ്രതി ജീവിതത്തെ കാണാതെ, ദൈവത്തിന്റെ ആഗ്രഹത്തിൽ, ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് ജീവിതത്തെ കാണാൻ ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ ഒരിക്കലും പറയുന്നില്ല നമുക്ക് ലോകത്തിന്റെ ആവശ്യമുള്ള, ലോകത്തിലെ ജോലിയുടെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല, ലോകത്തിന്റെ പൈസയുടെ ആവശ്യം, ഇതെല്ലാം ആവശ്യമായ കാര്യങ്ങൾ. പക്ഷെ വാട്ട് ഈസ് ദ പെർസ്പെക്റ്റീവ്? നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ എങ്ങനെ? ദൈവം അതാണ് നോക്കുന്നത്. പൈസ ഉള്ളത് കൊണ്ടോ, നല്ല സമ്പാദ്യമുള്ളത് കൊണ്ടോ, നല്ല വീടുള്ളത് കൊണ്ടോ, നല്ല കാറുള്ളത് കൊണ്ടോ, കുറവോ കുറ്റമോ ഉണ്ടോന്നൊന്നും ഞാൻ പറയാം. ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളുടെ ആവശ്യം. പക്ഷെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്താണ്? നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ എന്താണ്? അങ്ങനെ മുന്നോട്ട് പോയിട്ടാണ് 30ാമത്തെ വാക്യത്തിൽ നമ്മള് ലോത്തും മക്കളും അവിടെ എത്തിച്ചേർന്നു. ഇതൊരു യാത്രയുടെ അവസാനം. പിന്മാറ്റം നമ്മൾ ഓർത്തതുപോലെ അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഹൃദയത്തിലാണ് നമ്മൾ പിന്മാറുന്നത്. അത് ഓരോ ആക്ഷൻ. ലോത്ത് 13ാമത്തെ അധ്യായത്തിന്റെ
10ഉം 11 നമ്മൾ ലോകത്തിന്റെ തീരുമാനമെടുത്ത് അവിടുന്ന് മുതലാണ് ലോകത്ത് താഴോട്ട് പോയി പടിപടിയായി താഴോട്ട് പോയി. അനേക അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെ ചെന്ന് ഇവന്മാര് മഹാപാപികളാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരണ്ടായിരുന്നു. എബ്രാഹിമിന്റെ അടുത്ത് വരണ്ടായിരുന്നു. ഇവിടെ 31 വാക്യം മുതൽ 38 വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർത്തതുപോലെ നമ്മൾ പലപ്പോഴും ഈ വാക്യങ്ങൾ, ഈ കാര്യങ്ങൾ വേദപുസ്തകം ഇല്ലായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും. അവിടെ 37 വാക്യം 38 വാക്യത്തിൽ മൂത്ത മകൾ പ്രസവിച്ചു, ഇളയ മകൾ പ്രസവിച്ചു. മോവാബ്യരും അമ്മോന്യരും അവിടെ ഉണ്ടാവുകയാണ്. എന്നേക്കും ഇസ്രായേൽ മക്കൾക്ക് പ്രതികൂലമായിട്ടുള്ള 2 ജാതികൾ അതുണ്ടായ ചരിത്രമാണ്. ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. പടിപടിയായിട്ടാണ് സംഭവം. നമുക്ക് എല്ലാവരും കുറ്റം പറയാം, സഭയെ കുറ്റം പറയാം, മൂപ്പന്മാരെ കുറ്റം പറയാം, അമ്മയ്ക്ക് അപ്പനെ കുറ്റം പറയാം, അപ്പന് അമ്മയെ കുറ്റം പറയാം, മക്കൾക്ക് അമ്മനെ കുറ്റം പറയാം. പക്ഷെ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നടക്കുന്നത്. എന്റെ ഓരോ തീരുമാനങ്ങളാണ് എന്റെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ചില ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ ചില കോമ്പറ്റീഷന് പാസ് ആയതുകൊണ്ടോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് എന്റെ ജീവിതം അതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകും. എവറി ഡിസിഷൻ ഐ ടേക്ക്, ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എന്റെ ജീവിതത്തെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ബിൽഡ്സ് മൈ ലൈഫ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഞാൻ പിൻകാലങ്ങളെടുത്ത എന്റെ തീരുമാനങ്ങളുടെ ഒരു ആകത്തുകയാണ് എന്റെ ഇന്നത്തെ ജീവിതം. അതുപോലെ ഞാൻ ഇന്നു മുതൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ ആകത്തുകയാണ് നാളെ ഞാൻ എവിടെ ആയിരിക്കും. നമ്മൾ ഇന്നുവരെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ കർത്താവ് അത് ക്ഷമിക്കും. യഥാർത്ഥമായ രീതിയിൽ അനുദപിച്ച് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈസ് റെഡി ടു ഗീവ് എ സെക്കൻഡ് ചാൻസ്. കർത്താവ് സെക്കൻഡ് ചാൻസ് തരാൻ തയ്യാറാണ്. പക്ഷെ ചോദ്യം നമ്മളത് എടുക്കാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളത്. മുന്നോട്ട് പോകുമ്പോഴും നമ്മള് ഇസാക്കിനെ കാണുന്നുണ്ട്. ഇസാക്ക് എബ്രാമിനോടുകൂടെ മല ചവിട്ടി പോവുകയാണ്, യാഗം അർപ്പിക്കാൻ പോവുകയാണ് അല്ലെ. അതായത് അപ്പനോട് ചോദിക്കുക, അപ്പ യാഗത്തിനൊക്കെ പോവാണ്, യാഗം മൃഗം എവിടെ? അവന് കാര്യങ്ങളൊക്കെ അറിയാം. യാഗം എങ്ങനെയാണെന്ന്, യാഗത്തിൽ എന്താണ് ആവശ്യമായ കാര്യമെന്നെല്ലാം അവൻ അറിയാം. അത് അപ്പനോട് സംസാരിക്കുകയാണ്. ഇവിടെ 2 പെൺമക്കള് അപ്പനുമായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് അവിടെ മകൻ സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാന് അപ്പനോട് കടന്നു പോകാൻ അപ്പൻ അവനെ കെട്ടി ആ യാഗപീഠത്തിൽ ഇടുമ്പോൾ അവൻ അവിടെ പ്രതികരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അപ്പനോടത്ത് വഴക്കിടുന്നതായിട്ടോ ഒന്നും അവിടെ വായിക്കുന്നില്ല. അനുസരണയോടെ കിടക്കുകയാണ്, തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പനും ദൈവത്തിനും സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. ആ ജീവിതം അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല എൻ്റെ പ്രിയ ദൈവമക്കള്. നമ്മളെല്ലാം നമ്മുടെ മക്കളെല്ലാം പെട്ടെന്ന് ആത്മീയരാവണം, അവരെല്ലാം ഒരു ദിവസവും കൊണ്ട് നമ്മളെ പോലെ ആവണം, അങ്ങനൊന്നും അല്ല. ഓരോ ദിവസവും നമ്മുടെ ജീവിതങ്ങളാണ് അവരുടെ ജീവിതങ്ങൾ ഇമ്പാക്ട് ചെയ്യുന്നത്. നമ്മുടെ സംസാരങ്ങളാണ് അവരെ ഇമ്പാക്ട് ചെയ്യുന്നത്. സഭയിലുള്ള സഹോദരന്മാരുടെ കുറ്റങ്ങളാണ് അവരെ നമ്മളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരെങ്ങനെ അവരെ ബഹുമാനിക്കാൻ പഠിക്കും? സഭയിലുള്ള മൂപ്പന്മാരുടെ കുറ്റങ്ങളും കുറവുകളാണ് നമ്മൾ വായിൽ നിന്ന് എപ്പോഴും അവർ കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവരെങ്ങനെ അവരെ ബഹുമാനിക്കാൻ പഠിക്കും? സഭയിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതവും വീട്ടിലെ ക്രിസ്തീയ ജീവിതവും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എങ്കിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഐസക്ക് എബ്രാമിന്റെ കൂടെ യാഗം അർപ്പിക്കുന്നതിന് വേണ്ടി മലയിലോട്ട് കടന്നുപോയി. സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആത്മീയനായിട്ട് വളർന്ന ഒരു മകൻ. ഇവിടെ 2 പെൺമക്കള് അവര് ആ നാശകരമായ മ്ലേച്ഛകരമായ ജീവിതത്തിലോട്ട് കടന്നു പോകുന്നു. ഇതൊരു യാത്രയുടെ അവസാനം ഉണ്ടാവും. സഭയിൽ നിന്ന് ആൾക്കാർ പിന്മാറ്റത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ പിന്മാറ്റം നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചോദ്യങ്ങളാണ് വരുന്നത്. വളരെ ചോദ്യങ്ങളാണ് വരുന്നത്. അതിന് പിന്നിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ആ രീതിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എസേക്കിയേലിന്റെ പ്രവചനം 36:26 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. I'll give you a new heart and put a new spirit within you. I'll take the heart of stone out of your flesh and give you a heart of flesh. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും,
കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് യഥാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കല്ലായിരിക്കുന്ന ഹൃദയത്തെ മാറ്റി മാംസളമായ ഒരു ഹൃദയം നമുക്ക് തരും. ഒരുവൻ ക്രിസ്തുവിലാൻ പുതിയ സൃഷ്ടി നടക്കുന്ന ഹൃദയത്തിലാണ് പുതിയ സൃഷ്ടി. പുറമേ ഉള്ള ബാഹ്യമായ ചില കാര്യങ്ങളല്ല. അകമേ കർത്താവ് ഒരു സ്പിരിച്വൽ സർജറി ചെയ്തിട്ട് കല്ലായിരിക്കുന്ന ഹൃദയത്തെ മാറ്റി മാംസളമായ ഒരു ഹൃദയം. ആ ഒരു ഹൃദയമാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഠിനമായിട്ടുള്ള മാംസളമായ ഹൃദയത്തില് പാപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വേദനിക്കും. ജീവിതത്തിലെ പാപങ്ങളിൽ കടന്നു പോകുമ്പോൾ, പാപ സ്വഭാവങ്ങളിൽ കടന്നു പോകുമ്പോൾ, പാപത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വേദനയ്ക്ക്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ കുറിച്ച് വാലിഡേറ്റ് ചെയ്യാനോ അതിനെക്കുറിച്ച് ജഡ്ജ്മെന്റ് ചെയ്യാനോ ഒന്നും ഉള്ള യോഗ്യത എനിക്കില്ല. അത് ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഹൃദയങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ ഈ രാത്രി സമയത്ത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പിന്മാറ്റം ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അനേക ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നു വരുന്ന കാര്യമാണ്. പിന്മാറ്റത്തിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കണ്ടു. അതിന്റെ സ്വഭാവം, പിന്മാറ്റത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ലോത്തിന്റെ മക്കളെ കുറിച്ച്, ലോത്തിന്റെ കുടുംബത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ദൈവം നമ്മളോട് സംസാരിച്ചു എന്ന് ഞാൻ വിചാരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 6:46 കർത്താവ് പറയുന്നതാണ്, "But why do you call me Lord and Lord and do not do the things which I say?" നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. എന്തിനാണ് വിളിക്കുന്നത്? And you don't do what I ask you to do. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ? കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് തന്നെ പറയാണ് നമുക്ക് കർത്താവ് കർത്താവ് എന്ന് വിളിക്കേണ്ട ആവശ്യമുള്ളതാണ് കർത്താവ്. ഇന്നത്തെ സമയം ഓൾമോസ്റ്റ് തീരാറായി. എങ്കിലും നമ്മുടെ ക്ലാസിന്റെ അവസാനത്തെ സെഷനാണ്. പിന്മാറ്റത്തിന്റെ ഒരു നിർവചനം നമ്മൾ കണ്ടു. പിന്മാറ്റത്തിൽ പോകുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങൾ നമ്മൾ, പിന്നെ ലോകത്തിനെ കുറിച്ച്, പിന്നെ പിന്മാറ്റം ഉണ്ടാവുന്ന കാരണങ്ങളാണ്. അതിന് 7 കാരണങ്ങളുണ്ട് അല്ലെ. ആദ്യത്തെ കാരണം അല്പമായിട്ടൊന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നാളെ വീണ്ടും കടന്നു വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാവുന്ന. ഒന്നാമത്തെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 32, 1, 8 and 19. 1-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 19-ാമത്തെ. പുറപ്പാട് പുസ്തകം 32-ാമത്തെ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അധ്യായമാണ്. കാളക്കുട്ടി ഉണ്ടാക്കുന്ന, സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കുന്ന സംഭവം നടന്ന അധ്യായമാണ്. മലയാളത്തിൽ 1-ാമത്തെ വാക്യം. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, "നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരും. ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ" എന്ന് പറഞ്ഞു. 8-ാമത്തെ വാക്യം. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടി വാർത്തുണ്ടാക്കി. ഇത് കർത്താവ് ദൈവം മോശയോട് പറയാണ്. വാർത്തുണ്ടാക്കി നമസ്കരിച്ചു, അതിനായി യാഗം കഴിച്ചു. ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അറിയിച്ചു. എന്നിട്ട് മോശ താഴോട്ട് നടന്നു വരികയാണ്. 10-ാമത്തെ വാക്യത്തിൽ, അവൻ പാളയത്തിൽ നിന്ന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞു പർവ്വതത്തിന്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചോളും. നമുക്കറിയാവുന്ന സംഭവം. ഇപ്പൊ മോശ ഇവിടെ ഇല്ല. മോശ വേറെ കാര്യത്തിനൊന്നും പോയതല്ല. മോശ കർത്താവിന്റെ അടുത്തിരിക്കുകയാണ്. പക്ഷെ മോശ വരുന്നത് താമസിച്ചു അല്ലെ. ജനം എഴുന്നേറ്റ് അവരുടെ പിന്മാറ്റത്തിലോട്ട് പോവുകയാണ്. മോശ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോഴും. മോശ അഹരോനെ ഏൽപ്പിച്ചു.
അത് വേറെ കാര്യം. നമ്മൾ ആ ഫുൾ അധ്യായം പഠിക്കേണ്ട ആവശ്യമുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള സമയങ്ങളില്ല. ഈ കാര്യം മാത്രം ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുക. ആബ്സെൻസ് ഓഫ് സ്പിരിച്വൽ ലീഡേഴ്സ്. ഒന്നാമത്തെ കാരണം ആബ്സെൻസ് ഓഫ് സ്പിരിച്വൽ ലീഡർ, ആത്മീയ നേതാക്കളുടെ അഭാവം. ആത്മീയ നേതാക്കളുടെ അഭാവം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ചില സ്ഥലങ്ങളിൽ അവർ ശാരീരികമായിട്ട് അവിടെ ഇല്ല. ദേ ആർ ഫിസിക്കലി നോട്ട് അവൈലബിൾ. അവിടെ ഇല്ല. ചില സഭകളിൽ, ചില കുടുംബങ്ങളിൽ അവരില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ, മിക്കവാറും സ്ഥലങ്ങളിൽ അവർ ഉണ്ട്, പക്ഷെ ദേ ആർ നോട്ട് ഡൂയിങ് ദ ജോബ്. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ജോബ് എന്നുള്ളത് കറക്റ്റ് വാക്കല്ല, അവരെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി ഇസ് റൈറ്റ് വേർഡ്. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ ചെയ്യുന്നില്ല. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവരവിടെ ഇല്ല. അവരവിടെ ഇല്ലാത്തത് കൊണ്ട് ജനം പിന്മാറ്റത്തിലോട്ടും. ആബ്സെൻസ് ഓഫ് സ്പിരിച്വൽ ലീഡേഴ്സ്, ആത്മീയ നേതാക്കളുടെ അഭാവം. ആത്മീയ നേതാക്കള് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് യഥാർത്ഥമായ രീതിയിൽ ചെയ്യാതിരിക്കും, അവരെ നയിക്കേണ്ട രീതിയിൽ നയിക്കാതിരിക്കും, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കും, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാതിരിക്കുമ്പോൾ, അവരുടെ കൂടെ ഇരുന്ന് അവരെ നയിക്കാതിരിക്കുമ്പോൾ, പലപ്പോഴും നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും പിന്തുടരണമെന്ന്, എല്ലാവരും നമ്മുടെ പുറകെ വരണമെന്ന്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം ഇതുമാണെങ്കിൽ ഈ കാര്യങ്ങള് നാളെ കടന്നു വന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ 32 അധ്യായം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. പുറപ്പാട് പുസ്തകം 32 അധ്യായം. ഒന്നാമത്തെ കാരണം ആബ്സെൻസ് ഓഫ് സ്പിരിച്വൽ ലീഡേഴ്സ്, ആത്മീയ നേതാക്കളുടെ അഭാവം. when they don't do their responsibility. നമ്മുടെ കുടുംബത്തിലെ മാതാക്കന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട് മക്കളെ യഥാർത്ഥമായ രീതിയിൽ ആത്മീയമായി നടത്തുന്നതിന് വേണ്ടി. സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്, സഭയിലുള്ള വിശ്വാസികളെ ആ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി. പക്ഷെ അത് ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെ, പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവരെ കൈ ചൂണ്ടി അവരുടെ പ്രശ്നങ്ങൾ പറയാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനപ്പുറമായിട്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഞാൻ ബോധ്യവാനാവും. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ആദ്യമേ ചെയ്യണം. ഫസ്റ്റ് ഐ ഹാവ് ടു എക്സസൈസ് മൈ ഡ്യൂട്ടീസ്. എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ചെയ്യാം. ഞാൻ ലീഡർഷിപ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കാനോ അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. അവിടെ പോകാൻ നമ്മൾ ശ്രമിക്കുന്നുമില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നാളെ വീണ്ടും കടന്നു വന്ന് പിന്മാറ്റത്തിലോട്ട് പോകുന്നതിനുള്ള കാരണങ്ങളെ കുറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് വലിയ നാമത്തിൽ മാറാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 1 മണിക്കൂറോളം കർത്താവിന്റെ വലിയൊരു വചനം നമുക്ക് ദേവദാസനോട് കേൾക്കുവാനായിട്ട് ഒരിക്കൽ കൂടി ദൈവം നമ്മളെ സഹായിച്ചു. പ്രിയ ദേവദാസനോടുള്ള നന്ദി ഒരിക്കൽ കൂടെ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ലോകത്തിന്റെ ജീവിതത്തിലൂടെ ആത്മീയ സത്യങ്ങൾ നമുക്ക് പ്രിയ ദാസൻ വിവരിച്ചു തരുവാനായിട്ട് ഇടയായി. പിശാചിന് ഇടം കൊടുക്കാതെ തലമുറകളെ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാനുള്ള ആവശ്യകത നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി. സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ, ചിലതൊക്കെ കർത്താവിനായിട്ട് വിട്ടുകളയാൻ, കർത്താവിനെ ചിലതൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ ഹൃദയം കൊണ്ട് പിന്തിരിയാതെ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് അതിനാവശ്യമായ കൃപത്തായിട്ട് നമ്മൾ കേട്ട വചനങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാനായി പ്രിയ സഹോദരൻ ഷാജി ജോൺ ചേരുകയാണ്. പ്രാർത്ഥിക്കാം. കേൾക്കാമോ? കേൾക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലവണക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾക്ക് അവിടുത്തെ സന്നിധിയോട് ചേർന്ന് വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ക്രമീകരിച്ച ഈ മീറ്റിംഗിന്റെ 3-ാം ദിവസത്തിലേക്ക് അടിയങ്ങളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കർത്താവെ, ദൈവാത്മാവിൽ പരിശുദ്ധാത്മ നിറവിൽ അവിടുത്തെ ദാസനിൽ കൂടി ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചു. അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിരുന്നു. എനിക്ക് അനുഗ്രഹമായിരുന്നു എന്ന് പറയുവാൻ എനിക്ക് സാധിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് ഇടയാക്കുന്നു.
അതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നവരായിട്ട് തീർന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ ഓർത്തു അനേക ദൈവവചനം കർത്താവെ സമൃദ്ധിയായിട്ട് ഞങ്ങൾ കേൾക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും ഞങ്ങൾ അത് കേട്ട് മറന്നു കളയുന്നവരായിട്ട് തീരുന്നവരായിട്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് ഇരിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഓർക്കുകയുണ്ടായി, ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അത് കേൾക്കുക മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവത്തോട് അടുത്ത് ജീവിപ്പാനായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങളെ കുറിച്ച് ഓരോരുത്തരെയും കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങളെ അവിടുന്ന് തിരുവചനത്തിലൂടെ അവിടുത്തെ ദാസനിലൂടെ അവിടുന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞ വാക്ക് ഞങ്ങൾ ഓർത്തു. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. കർത്താവെ, അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത്, ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ കർത്താവെ അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് കർത്താവെ ഞങ്ങള് അത് മാതൃകയാക്കി ജീവിപ്പാനായിട്ടാണ് അവിടുന്ന് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും പിന്മാറ്റത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ദൈവത്തോടുള്ള, ദൈവസന്നിധിയോടുള്ള ആ വാഞ്ചയും കർത്താവെ സന്തോഷവും ആഗ്രഹവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായിട്ട് അവിടുന്ന് നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ അവിടുന്ന് ഓർപ്പിക്കുകയുണ്ടായി. എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ കർത്താവെ പലപ്പോഴും ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ ഓർക്കുകയുണ്ടായി. അനേക അവസരങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് നൽകി തന്നു. എന്നാൽ സഭായോഗങ്ങൾ കടന്നു വരാതെ അത് ഉപേക്ഷിച്ച് അങ്ങനെ ഞങ്ങൾ ആയിത്തീർന്നിട്ടുള്ള കുറവും ഞങ്ങളെ അവിടുന്ന് ഓർപ്പിച്ചു. എന്നാൽ കർത്താവെ നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോൾ കർത്താവെ ഞങ്ങൾ അത് അധികമായിട്ട് ചെയ്യുവാൻ, അവിടുത്തെ സന്നിധിയോടെ അടുത്തു വരുവാൻ, അവിടുത്തെ സന്നിധിയിലെ സന്തോഷവും പ്രമോദവും പരിപൂർണതയും ഒക്കെ അനുഭവിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയായിരുന്നു. പിന്മാറിപ്പോകുന്നവരുടെ ആ അനുഭവത്തെ കുറിച്ച് ഞങ്ങൾ ഓർക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല. കർത്താവെ, അവർ ആ ദൈവത്തെ അനുകരിക്കുന്നു, ദൈവത്തെ പിൻപറ്റുന്നു എന്നുള്ള ഭാവേന കർത്താവെ അവർ അവരുടെ ഹൃദയങ്ങളിൽ കർത്താവെ ദൈവത്തോട് അകന്ന് ജീവിക്കുന്നവരായിട്ട് ഞങ്ങളെ അവിടുന്ന് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ഒന്ന് കാണുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കി. ഞങ്ങൾ ആരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകാതെ, അതുപോലെ ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളയുവാൻ ഒരിക്കലും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കരുതേ. പിന്മാറിപ്പോകുവാനോ പിന്തിരിഞ്ഞു പോകുവാനോ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം ഞങ്ങൾക്ക് നയിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങളെയും അവിടുന്ന് ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ജീവിതത്തിലുള്ള കുറവുകൾ ഞങ്ങൾ ഓരോരുത്തരും ആ നിലയിൽ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ കണ്ടെത്തി, ഞങ്ങൾ മറ്റുള്ളവരെ വിധിക്കാതെ ഞങ്ങളുടെ കുറവുകൾ എന്ത് എന്ന് കണ്ടുപിടിച്ച് കർത്താവെ അതിന് കർത്താവെ വ്യത്യാസം വരുത്തിക്കൊണ്ട് ആ നിലയിൽ കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് ഉയരത്തിലുള്ളത് ഞങ്ങളുടെ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ച് കർത്താവെ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓർത്ത് കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തില് ഞങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഞങ്ങളുടെ കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ട്. അതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കർത്താവെ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി ലോകത്തിന്റെ അബ്രഹാമിനെയും കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പും ലോകത്തിന്റെ തെരഞ്ഞെടുപ്പും ഞങ്ങൾ ഓർക്കുകയുണ്ടായി. കർത്താവെ, ഒരു ദൈവമകന്റെ തെരഞ്ഞെടുപ്പ് അതെപ്രകാരമായിരുന്നു. എന്നാൽ കർത്താവെ, ഈ ലോകത്തിലേക്ക് അവൻ നോക്കി, അവൻ മോഹിച്ചു.
ഈ ലോകത്തിലുള്ളതിനെ അവൻ കർത്താവെ അവന്റെ ഹൃദയം ആകർഷിച്ചു. അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ മാത്രമല്ല, അവന്റെ കുടുംബവും ആ നിലയിൽ പോയി. അതുകൊണ്ട് കർത്താവെ അവന് ഭാര്യയെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു. ആ നിലയിലൊക്കെയും അനേക കാര്യങ്ങൾ കാരണമായി തീരുവാൻ ഇടയായി. എന്നാൽ അതേസമയം അബ്രഹാമിനെ കുറിച്ച് ഞങ്ങൾ വായിക്കുന്നത്, അവൻ ദൈവഹിത പ്രകാരമുള്ള തീരുമാനമെടുത്ത് ദൈവിക അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ദൈവത്തിൽ നിന്ന് അനുഭവിപ്പാനായിട്ട് തനിക്കും തന്റെ കുടുംബത്തിനും ഒക്കെയും കഴിഞ്ഞു എന്ന് ഞങ്ങൾ കാണുകയുണ്ടായി. കർത്താവെ, ഞങ്ങളുടെയും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് എപ്രകാരമായിരിക്കുന്നുവെന്ന് ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകൾ അത് കർത്താവെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്, കർത്താവെ എന്റെ കുറവുകൾ ഞങ്ങളുടെ കുടുംബത്തിന്, സഭാജീവിതത്തിന്, സമൂഹത്തിന് ഒക്കെയും തടസ്സമായിരിക്കുന്നുവെന്ന് ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് കുറവുകളൊക്കെയും നികത്തി കർത്താവ് കേൾക്കുന്ന വചനത്തിന് അനുസരണമായിട്ട് ഞങ്ങളെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് വരുന്ന നാളുകളിൽ ഞങ്ങൾ ജീവിപ്പാൻ സംഭവങ്ങളൊക്കെയും വിളിച്ചറിയിക്കുന്ന ഞങ്ങളുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളതാണ്. ഞങ്ങളുടെ വിശുദ്ധിയോടെ കൂടി കർത്താവിന്റെ ആ പരിജ്ഞാനത്തിൽ വളർന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ എതിരേൽപ്പാനായിട്ട് ഒരുങ്ങി നിൽപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിലയിൽ കർത്താവെ വചനം ശുശ്രൂഷിച്ച് അവിടുത്തെ ദാസനായിട്ട് സ്തോത്രം. കർത്താവെ, എന്റെ മകനെ ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിച്ചു, കൃപകൾ നൽകി. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ഉയർന്ന ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും കർത്താവെ അതൊക്കെയും വിട്ടുകളഞ്ഞ് ദൈവവേലയ്ക്കായിട്ട് തന്നെ വേർതിരിക്കുവാൻ തനിക്കും തന്റെ കുടുംബത്തിനും ഇടയാക്കി. തന്റെ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ നാളുകൾ അനേക ശുശ്രൂഷകൾ ചെയ്യുവാൻ തന്നെ അവിടുന്ന് ബലപ്പെടുത്തുന്നു. ആ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, തന്റെ സഭയും പ്രദേശവും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ, ധാരാളം ഫലങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കർത്താവിനെ സേവിച്ചുകൊണ്ട് ഉത്തമ പഠനമായിട്ട് അന്ത്യം വരെ നിൽപ്പാൻ അവിടുന്ന് ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം കടന്നു വന്ന വചനം ശ്രവിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷയെ ആദ്യോടന്തം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലായി തീരുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. പാട്ടുപാടുവാൻ കർത്താവെ കുടുംബങ്ങളെയും അവിടുന്ന് സഹായിച്ചു. കർത്താവെ പ്രയർ നടത്തുവാൻ കർത്താവെ സഹോദരനെ ഹനീഷിനെ അവിടുന്ന് സഹായിച്ചു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനായിട്ട് പ്രിയ ആശിഷിനെ അവിടുന്ന് സഹായിച്ചു. കർത്താവെ, ഞങ്ങളെ കർത്താവെ സഭയായിട്ട് കർത്താവെ അവിടെ ഇവിടെയൊക്കെയും ഞങ്ങളെ അവിടുന്ന് നിലനിർത്തിയിരിക്കുന്നു. മായ പ്രയാസഘട്ടങ്ങളിലൊക്കെയും ഞങ്ങൾക്ക് അവിടുന്ന് നല്ലവനായിരുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. കർത്താവെ, ഇനി ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ കർത്താവെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഒന്നിച്ച് കർത്താവെ സമാധാനത്തോടും സന്തോഷത്തോടുകൂടി ഒന്നിച്ച് സഭയായിട്ട് ചേർന്ന് വരുവാൻ, ആ നിലയിൽ കർത്താവ് സന്തോഷം തുടർന്ന് അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ടുള്ള വിഷയങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ വരവേൽപ്പിക്കുന്നു. പ്രത്യേക സഹോദരൻ ശുഭുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മകന്റെ കാലിന് പരിപൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ഒക്കെ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകൾ ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരെ, രോഗത്താൽ ഭാരം അനുഭവിക്കുന്നവരെ, സഹോദരൻ ചാൾസോൺ കുടുംബമായിട്ട് പ്രയാസം അനുഭവിക്കുന്നു. അങ്ങനെ അനേകരുണ്ട് കർത്താവെ. അവരെയൊക്കെയും അവിടുന്ന് ഓർക്കുകയും ആശ്വസിപ്പിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റൊരു വേർപാടിൻ്റെതായിട്ട് ദുഃഖത്തിൽ ഭരിക്കുന്ന ഭവനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് കടന്നു വന്ന് അനുഗ്രഹിക്കും പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ കർത്താവെ അടിയങ്ങൾ താൽക്കാലികമായിട്ട് പിരിയുന്നു, അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാളെ കർത്താവെ ഇതേ സമയം വീണ്ടും ചേർന്ന് വന്ന് ദൈവത്തിനെ ശ്രവിപ്പാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. എല്ലാ മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേട്ടുത്തരമരുമാറാണമേ. ആമേൻ.